അനലൈസ് ചെയ്യാനാണ് നമ്മൾ ഈ അനാലിസിസ്, കോംപ്ലക്സിറ്റി അനാലിസിസ്, അൽഗോരിതം അനാലിസിസ് ഒക്കെ ചോദിച്ചാലും ഒന്ന് തന്നെയാണ്. അതിനുള്ള ഒരു മെത്തേഡാണ് ശരിക്കും അസിംപ്റ്റോട്ടിക് അനാലിസിസ്. അങ്ങനെ ഒരു ടേം ഇതിൽ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ ടെക്സ്റ്റിൽ അത് പറയുന്നുണ്ട്. അതായത് അസിംപ്റ്റോട്ടിക് അനാലിസിസ് എന്നാണ് പറയാം. അതെന്തിനാന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു അൽഗോരിതം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു ചെറിയ ഇൻപുട്ട് സൈസ് ഉള്ള ഒരു സാധനം. അതായത് ഇപ്പോ ഒരു സെർച്ച് ചെയ്യാനുള്ള ഒരു ലിസ്റ്റ് ഓഫ് എലമെന്റ്സ് തന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു എലമെന്റ് പ്രസന്റ് ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഇൻപുട്ട് സൈസ് ആണ്. ആ ഇൻപുട്ട് സൈസ് n= 10 ഒക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ അൽഗോരിതംസും നമ്മളിപ്പം ഇപ്പൊ ബൈനറി സെർച്ച് ഉണ്ട്, ലീനിയർ സെർച്ച് ഉണ്ട്, അതിലൊക്കെ എന്ന് പറഞ്ഞാൽ n=10 ആവുന്ന കേസിൽ വലിയ ഡിഫറൻസ് വരില്ല. അതായത് ടൈം, എക്സിക്യൂഷൻ ടൈം എന്ന് പറഞ്ഞത് എല്ലാത്തിനും സെയിം ആയിരിക്കും, n=10 n=50 ഒക്കെ ആണെങ്കിലും. പക്ഷേ നമ്മൾ ഒരിക്കലും ഒരു പ്രോഗ്രാം എഴുതുന്നത് ഒരു പിന്നെ 10 അല്ലെങ്കിൽ 20 എലമെന്റ്സിന്റെ മുകളിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നമ്മളൊരു പ്രൊജക്ട് ഉണ്ടാക്കുന്നത് ഒരുപാട് ഡാറ്റാന്റെ മുകളിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത്, അനാലിസിസ് ഓഫ് അൽഗോരിതം ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു ടെസ്റ്റ് ഇറ്റ് ഓൺ എ ലാർജ് ഡാറ്റാ സെറ്റിന്റെ മുകളിൽ, അല്ലെങ്കിൽ ഇൻപുട്ട് സൈസ് ലാർജ് ആക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് പിന്നെ അതിന്റെ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. ഓരോ അൽഗോരിതംസും എടുക്കുന്ന ടൈം മനസ്സിലാവണമെങ്കിൽ ഇൻപുട്ട് സൈസ് ഇൻക്രീസ് ചെയ്യണം. അതാണ് അസിംപ്റ്റോട്ടിക് അനാലിസിസിൽ പറയുന്നത്. അത് മാത്രമല്ല, ഒരു കേസ് അതാണ് അസിംപ്റ്റോട്ടിക് അനാലിസിസിൽ അൽഗോരിതം ക്യാൻ ബി ദ എഫിഷ്യൻസി ഓഫ് ദി അനാലിസിസ് അൽഗോരിതം ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഇൻപുട്ട് സൈസ് ഷുഡ് ബി ഹൈ, വെരി ഹൈ ആയിരിക്കണം ഇൻപുട്ട് സൈസ്. അതൊരു കണ്ടീഷനാണ്. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ എക്സാക്ട് നമ്പർ ഓഫ് മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ എക്സാക്ട് നമ്പർ ഓഫ് സ്പേസ് എത്രയാണ് എന്നുള്ളതല്ല, എത്ര ബൈറ്റ്സ് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂല. നമ്മളതൊരു പ്രപ്പോർഷനാലിറ്റി ബേസ്ഡിലാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതായത് ഒരു ഫങ്ഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞുതരാം. ഞാനത് ഒരു ഫങ്ഷൻ ആക്കിയിട്ടാണ് ശരിക്കും അതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എത്ര ടൈം എടുക്കും, എത്ര സ്പേസ് എടുക്കും എന്നുള്ളത്. ഇതിനാണ് ഈ പ്രപ്പോർഷനാലിറ്റി മെത്തേഡ് അപ്പോൺ എ ലാർജ് നമ്പർ ഓഫ് ഇൻപുട്ട് അതിന് ഇൻപുട്ട് ഡാറ്റക്കാണ് ശരിക്കും അസിംപ്റ്റോട്ടിക് അനാലിസിസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് കുറച്ചും കൂടി നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. അപ്പോൾ by increasing the size of input, we can analyze how well our algorithm works. ചെറിയൊരു ഇൻപുട്ട് സൈസിന്റെ മുകളിൽ വർക്ക് ചെയ്താൽ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവില്ല. അപ്പോൾ ആ ഒരു കേസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. n=5 ആകുമ്പോൾ എല്ലാ അൽഗോരിതംസും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യും. പക്ഷേ n=5000 അല്ലെങ്കിൽ 50,000 ഒക്കെ ആകുമ്പോഴേ നമുക്ക് ഈ അൽഗോരിതംസ് എടുക്കുന്ന ടൈം മനസ്സിലാവുള്ളൂ. നിങ്ങളെ ടെക്സ്റ്റിന്റെ ലാസ്റ്റിൽ, പിന്നെ ഞാൻ ഇന്നലെ ഡൗൺലോഡ് ചെയ്തപ്പോൾ പെട്ടെന്ന് കാണുന്നില്ല, നിങ്ങൾ ടെക്സ്റ്റ് പിന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്ററിന്റെ ലാസ്റ്റിൽ ഒരു കോളം ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ എന്നിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ടൈം ടേക്കൺ ഇൻക്രീസ് ചെയ്യുന്ന ഒരു മെത്തേഡ് അവിടെ കാണിച്ചിട്ടുണ്ട്, ഓരോന്നും എടുക്കുന്ന ടൈം. അതൊന്ന് നിങ്ങൾ നോക്കിയാൽ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതിൽ അതാണ് പറയുന്നത്. സോ അൽഗോരിതം it will take much longer time to sort the elements. അപ്പോൾ സോ വി ആർ analyzing the algorithm based on a method called order of growth. ഓർഡർ ഓഫ് ഗ്രോത്ത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് എഫിഷ്യൻസി ഓഫ് ദ അൽഗോരിതം ക്യാൻ ബി 3 കേസസ് ഉണ്ടാവാം. 3 കേസസ് ആണ് എഫിഷ്യൻസി ഓഫ് അൽഗോരിതം ഉണ്ടാവുക. ഒന്ന് ബെസ്റ്റ് കേസ്, ഒന്ന് വേഴ്സ്റ്റ് കേസ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ അസിംപ്റ്റോട്ടിക് അനാലിസിസിലുള്ള മെത്തേഡ്സ് അല്ല, അത് വരുന്നിട്ട് എങ്ങനെയാണ് ഉണ്ടാവുക പറഞ്ഞുതരാം. ദീസ് ആർ ദ അസിംപ്റ്റോട്ടിക് അനാലിസിസിൽ വരുന്ന ഓർഡർ ഓഫ് ഗ്രോത്തിൽ വരുന്ന ഓപ്പറേഷൻസ് ആണ്. ഈ 3 മെത്തേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ കോംപ്ലക്സിറ്റി അനാലിസിസ് നടത്തുക. ബിഗ് ഒ നൊട്ടേഷൻ, ബിഗ് ഒമേഗ നൊട്ടേഷൻ ആൻഡ് ബിഗ് തീറ്റ നൊട്ടേഷൻ. ഇതുപോലെ ലിറ്റിൽ ഒമേഗ, ലിറ്റിൽ ഒ, ലിറ്റിൽ തീറ്റ ഉണ്ട്. പക്ഷേ നമ്മൾ ബിഗ് ഒ, ബിഗ് ഒമേഗ, ബിഗ് തീറ്റ എന്നുള്ള ഈ 3 നൊട്ടേഷൻസ് യൂസ് ചെയ്തിട്ടാണ്, ആ ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നോർമലി അനാലിസിസ് അസിംപ്റ്റോട്ടിക് അനാലിസിസിൽ എഫിഷ്യൻസി ഓഫ് അൽഗോരിതം കാൽക്കുലേറ്റ് ചെയ്യാം.
ഇനി എഫിഷ്യൻസി ഓഫ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ 3 കേസസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതായത് ഒന്ന് ബെസ്റ്റ് കേസ്, ഒന്ന് വേഴ്സ്റ്റ് കേസ്, ഒന്ന് ആവറേജ് കേസ്. അതിനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. നമ്മളൊരു സെർച്ചിങ് പ്രോഗ്രാം ആണ് ചെയ്യുന്നത്. നമുക്കൊരു n=5 ഉണ്ട്, 5 എലമെന്റ്സ്. അതിന് വി ഹാവ് ടു സെലക്ട് ആൻ എലമെന്റ് ഫ്രം ദിസ് ലിസ്റ്റ്. ഒരു ലീനിയർ സെർച്ച് പ്രോഗ്രാം ആണെന്ന് വെച്ചോ. അങ്ങനത്തെ കേസിൽ ബെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും? നമ്മൾ 25 ആണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ 25 ആണെങ്കിൽ ഇറ്റ് ഇസ് ദ ഫസ്റ്റ് എലമെന്റ്. സോ ഒറ്റ കമ്പാരിസൺ ഓപ്പറേഷൻ കൊണ്ട് തന്നെ എന്തായി, നമുക്ക് ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള കമ്പാരിസൺസ് ഒന്നും നടത്തണ്ട. ഇത് ആദ്യം ലീനിയർ സെർച്ച് എന്താന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ലേ? ലീനിയർ സെർച്ച് പറഞ്ഞാൽ നമുക്കൊരു ലിസ്റ്റ് ഓഫ് എലമെന്റ്സ് തന്നിട്ടുണ്ട്. അത് നമുക്ക് ഏതെങ്കിലും എന്നിട്ട് നമ്മളൊരു എലമെന്റ് അതിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതിന്റെ പ്രോസസ്സ് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് വി ഹാവ് ടു ഫൈൻഡ് 25 എന്ന് പറഞ്ഞ എലമെന്റ് അല്ലെങ്കിൽ 26 പറഞ്ഞൊരു എലമെന്റ് നമുക്ക് ഇതിലുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. 26 കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് വി ഹാവ് ടു കമ്പയർ ദിസ് എലമെന്റ്. കെന്റെ വാല്യൂ വിൽ ബി കമ്പയർഡ് വിത്ത് 25. ഫസ്റ്റ് എലമെന്റുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ദെൻ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും, അടുത്ത എലമെന്റുമായിട്ട് കമ്പയർ ചെയ്യും. ഇങ്ങനെ ലിസ്റ്റിലുള്ള എല്ലാ എലമെന്റുമായിട്ട് കമ്പയർ ചെയ്യും. എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മളത് ആ എലമെന്റിനെ ഫൈൻഡ് ചെയ്താൽ ദെൻ വി ക്യാൻ സ്റ്റോപ്പ് ദ ഐട്രേഷൻ. സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ളതൊന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ സപ്പോസ് വി ഹാവ് ടു ഫൈൻഡ് 42 ആണ് എങ്കിൽ ആദ്യം 25 നോക്കി, 31 നോക്കി, പിന്നെ മൂന്നാമത്തത് നോക്കുമ്പോൾ എന്തായി, ലൂപ്പ് ബ്രേക്ക് ആക്കാം. അതായത് 42. അപ്പം 3 കമ്പാരിസൺസ് ആണ് ആവശ്യം. പക്ഷേ ബെസ്റ്റ് കേസ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെന്റ് ലിസ്റ്റിലെ ഫസ്റ്റ് എലമെന്റ് ആണെങ്കിൽ ഒറ്റ കമ്പാരിസൺ മാത്രം മതി. അതാണ് ഇവിടെ കാണിച്ചത്. C of n = 1. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആക്കിയിട്ടാണ്. ഇതിന്റെ കോംപ്ലക്സിറ്റി ആണിത്. നമ്മൾ പറഞ്ഞില്ലേ, കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ അസിംപ്റ്റോട്ടിക് അനാലിസിസ് ഒക്കെ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് റിസോഴ്സസ് ദ അൽഗോരിതം ഈസ് യൂട്ടിലൈസിങ്. റിസോഴ്സസ് ഇൻ ദ സെൻസ് എക്സിക്യൂഷൻ ടൈം ആൻഡ് ദ മെമ്മറി സ്പേസ്. എത്ര മെമ്മറി സ്പേസും എത്ര എക്സിക്യൂഷൻ ടൈമും യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കാൽക്കുലേഷൻ ആണ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കേസിൽ കോംപ്ലക്സിറ്റി ഓഫ് ദിസ് അൽഗോരിതം ഈസ് ഈക്വൽ ടു 1. അതായത് 1 മില്ലി സെക്കൻഡ് എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ അതിന് എങ്ങനെയാണ് ഡൊണേറ്റ് ചെയ്യുക? ഒരു ഫംഗ്ഷൻ ആക്കിയിട്ടാണ് നമ്മൾ അതിനെ പറയാം. അപ്പൊ C of n = 1 എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് റേറ്റിലുള്ള കോംപ്ലക്സിറ്റി ആണ് എന്നാണ് അതിനെ പറയാം. അപ്പോൾ ഫസ്റ്റത്തെ കേസ് തന്നെ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യം വന്നു. അതുകൊണ്ട് ഇറ്റ് ഇസ് ദ ബെസ്റ്റ് കേസ്. ഇനി ദിസ് ഇസ് ദ വേഴ്സ്റ്റ് കേസ്. വേഴ്സ്റ്റ് എന്ന് പറഞ്ഞാൽ വാക്കിൽ തന്നെ അതുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന കേസാണിത്. അതായത് സപ്പോസ് വി ഹാവ് ടു ഫൈൻഡ് 105 എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ടോ എന്നാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ, ഏറ്റവും ലാസ്റ്റത്തെ എലമെന്റ് ആണ്. അപ്പോൾ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണോ, ഇൻപുട്ട് സൈസ് എത്രയാണോ അത്രയും പ്രാവശ്യം നമ്മൾ കമ്പാരിസൺ നടത്തണം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വൽ ടു n ആണ്. C of n = n. നേരത്തെ C of n = 1 ആയിരുന്നു, ഇവിടെ C of n = n. അതായത് എത്ര എലമെന്റ്സ് ഉണ്ടോ അത്രയും പ്രാവശ്യം കമ്പയർ ചെയ്യണം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോ ഇതിൽ ഇല്ലാത്തൊരു എലമെന്റ്, വേഴ്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ലാസ്റ്റത്തെ എലമെന്റ് ആവാം, അല്ലെങ്കിൽ ഇതിൽ ഈ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു എലമെന്റിനെയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. 110 എന്നുള്ള എലമെന്റിനെയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നതെങ്കിലും സെയിം നമ്പർ ഓഫ്, അതായത് എത്ര എലമെന്റ്സ് ഉണ്ടോ അത്രയും എലമെന്റ്സിനെ നമ്മൾ, ലാസ്റ്റത്തെ എലമെന്റ് ആണെങ്കിലും ഇതിൽ ഇല്ലാത്തൊരു എലമെന്റിനെ സെർച്ച് ചെയ്യുകയാണെങ്കിലും സെയിം കോംപ്ലക്സിറ്റി തന്നെയാണ് വരിക. C of n = n. അതാണ് വേഴ്സ്റ്റ് കേസ്. ഇനി ആവറേജ് കേസ് പറഞ്ഞാൽ ഇതിന് രണ്ടിന്റെയും ഇടയിലുള്ള ഒരു സംഭവം. ആവറേജ് പറഞ്ഞാൽ കറക്റ്റ് നടുവിലല്ല, പക്ഷെ ഇൻ ദ മിഡിൽ ഓഫ് ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ്. അതിന്റെ ഇടയിൽ എവിടെയാണെങ്കിലും അതിന്റെ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഉണ്ട് അതിന്റെ ഇടയിൽ. സോ ഇറ്റ് ഈസ് പ്രസന്റ് സംവെയർ ഇൻ ദ മിഡിൽ ഓഫ് ദ ലിസ്റ്റ്. ലാസ്റ്റിന്റെയും ഫസ്റ്റിന്റെയും ഇടയിൽ എവിടെയോ ഒന്ന് ഈ സാധനം പ്രസന്റ് ആണ്. അപ്പൊ അത്രയും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അതായത് 3 cases of efficiency is best case, worst case and average case. അതെന്താന്നുള്ളതിന് ഒരു എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു. ഇനി
അസിംപ്റ്റോട്ടിക് അനാലിസിസ് കാണാനുള്ള 3 മെത്തേഡ്സ് അല്ലെങ്കിൽ 3 ഓപ്പറേഷൻസ് ആണ് ബിഗ് ഒ, ബിഗ് ഒമേഗ ആൻഡ് ബിഗ് തീറ്റ. ഇതിൽ കൺസിഡർ ആൻ അൽഗോരിതം റെപ്രസെന്റിങ് 2 ഫങ്ഷൻസ് എഫ് ഓഫ് എൻ ആൻഡ് ജി ഓഫ് എൻ. ഈ 2 ഫങ്ഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ നൊട്ടേഷൻസിന്, ഇതിന് നൊട്ടേഷൻ എന്നാണ് പറയാ, ബിഗ് ഒ നൊട്ടേഷൻ, ബിഗ് ഒമേഗ നൊട്ടേഷൻ ആൻഡ് ബിഗ് തീറ്റ നൊട്ടേഷൻ. ഈ നൊട്ടേഷൻസ് വെച്ചിട്ടാണ്, ഇതൊരു ഫങ്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതായത് n കൂടിയാൽ എങ്ങനെയാണ്, അതിനർത്ഥം എന്താന്ന് വെച്ചാൽ പിന്നെ എന്നിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് പിന്നെ റിസോഴ്സസ് ടേക്കൺ കൂടുക. അതാണ് ഈ ഇക്വേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. നമ്മൾ നേരത്തെ പറഞ്ഞ സി ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ സപ്പോസ് ഈ ഒരു കേസിൽ പറഞ്ഞാൽ ഇതിന് എന്താ പറയാ, കോൺസ്റ്റന്റ് കോംപ്ലക്സിറ്റി എന്നാണ് പറയാം. കോംപ്ലക്സിറ്റി ഈസ് ഈക്വൽ ടു എൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള കോംപ്ലക്സിറ്റി ആണ്. അതായത് എന്നിന്റെ വാല്യൂ എത്ര കൂടിയാലും കോൺസ്റ്റന്റ് എമൗണ്ട് ഓഫ് ടൈമാണ് എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ ചോദിക്കുക, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ പിന്നെ നിങ്ങൾക്ക് ഇത് ക്യാച്ച് ചെയ്യാൻ കുറച്ച് പണിയായിരിക്കും. വളരെ സിമ്പിൾ ആണ് മനസ്സിലാക്കിയെടുത്താൽ. പിന്നെ അതിന്റെ എൻറ്റയർ ചാപ്റ്ററിൽ ഈ ഒരൊറ്റ ഘടകം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായ പിന്നെ നിങ്ങൾക്ക് ഇതിൽ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റും. അപ്പോൾ ഇത് മനസ്സിലാക്കുക. കോംപ്ലക്സിറ്റി, അതായത് സി ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1 എന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ ലിസ്റ്റിന്റെ എണ്ണം 10 ആണെങ്കിൽ പിന്നെ എടുക്കുന്ന സമയം, ഇപ്പൊ സപ്പോസ് 1 എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കോൺസ്റ്റന്റ് ടൈം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സപ്പോസ് ഇറ്റ് ഈസ് ഒരു 10 മില്ലി സെക്കൻഡ് ആണെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ ലിസ്റ്റിൽ 10 എലമെന്റ്സ് ഉണ്ടെങ്കിൽ ദ ടൈം ടേക്കൺ വിൽ ബി 10 മില്ലി സെക്കൻഡ്. ഇനി നമ്മൾ ലിസ്റ്റിൽ 100 എലമെന്റ്സ് ഉണ്ടെങ്കിലും ടൈം ടേക്കൺ വിൽ ബി ദ സെയിം 10 മില്ലി സെക്കൻഡ്സ് ആയിരിക്കും. ഇനി 1000 എലമെന്റ്സ് ഉണ്ടെങ്കിലും 1,00,000 എലമെന്റ്സ് ഉണ്ടെങ്കിലും ദ ടൈം ടേക്കൺ ഫോർ ദിസ് അൽഗോരിതം വിൽ ബി 10 മില്ലി സെക്കൻഡ്സ്. ബിക്കോസ് എത്ര ലിസ്റ്റിന്റെ എണ്ണം എത്ര കണ്ടു കൂടിയാലും നമ്മൾ എലമെന്റ് വിൽ ബി ഫൗണ്ട് അറ്റ് ദ ഫസ്റ്റ് പൊസിഷനിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദിസ് അൽഗോരിതം ഈസ് കോൺസ്റ്റന്റ്. 1 മില്ലി സെക്കൻഡ് എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇറ്റ് ഇസ് കോൺസ്റ്റന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു സി ഓഫ് എൻ ഇസ് ഈക്വൽ ടു എൻ എന്ന് പറഞ്ഞു. ഇതിനെന്ന് പറഞ്ഞാൽ ലീനിയർ കോംപ്ലക്സിറ്റി എന്നാണ് പറയാം. നേരത്തെ കോൺസ്റ്റന്റ് കോംപ്ലക്സിറ്റി ആണ്, ഇത് ലീനിയർ കോംപ്ലക്സിറ്റി ആണ്. അതായത് എന്നിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് പിന്നെ ടൈം ടേക്കൺ വിൽ ഓൾസോ ബി ഇൻക്രീസ്ഡ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് പക്ഷെ അതൊരു ലീനിയർ ആയിട്ട് മാത്രമേ ഇൻക്രീസ് ചെയ്യുള്ളൂ. അതായത് പിന്നെ മിനിറ്റ്, പിന്നെ എന്നിന്റെ വാല്യൂ 10 ആണെങ്കിൽ ടൈം ടേക്കൺ വിൽ ബി 10 മില്ലി സെക്കൻഡ്സ്. ഇനി എന്നിന്റെ വാല്യൂ 100 ആയാൽ അതിനനുസരിച്ചിട്ട് 100 മില്ലി സെക്കൻഡ്സ് ആവും. ഇനി എന്നിന്റെ വാല്യൂ 1 ലാക്ക് ആവുമ്പോൾ ഇതിന്റെ ടൈം ടേക്കൺ വിൽ ബി 1 ലാക്ക്. അങ്ങനെ ലീനിയർ ആയിട്ടാണ് ഇതിൽ ഇൻക്രിമെന്റ് വരുന്നത്. ഇനി ചില കേസിൽ ഇപ്പോൾ സോർട്ടിങ്, ക്വിക്ക് സോർട്ടും ഐ മീൻ പലതരത്തിലുള്ള സോർട്ടിങ്ങുകൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ആ സോർട്ടിങ്ങിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ സി ഓഫ് എൻ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ ആയിരിക്കും. എൻ സ്ക്വയർ, അതായത് എന്നിന്റെ വാല്യൂ 1 കൂടുമ്പോൾ ഇൻപുട്ട് സൈസ് 1 കൂടുന്നതിനനുസരിച്ചിട്ട് ടൈം ടേക്കൺ വിൽ ബി ഇൻക്രീസ്ഡ്, എന്താ പറയാ, ഡബിൾ ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ആദ്യം 1 മില്ലി സെക്കൻഡ് ആണെങ്കിൽ പിന്നെ 2 മില്ലി സെക്കൻഡ്, പിന്നെ 4 മില്ലി സെക്കൻഡ്, 8 മില്ലി സെക്കൻഡ്, അങ്ങനെ ഡബിൾ ആയിട്ടാണ് ഇൻക്രിമെന്റ് ചെയ്യുക. ഇനി കോംപ്ലക്സിറ്റീസ് എൻ ക്യൂബ് ആണെങ്കിൽ ക്യൂബിക് റേറ്റിൽ ഇൻക്രീസ് ചെയ്യും. അതുപോലെ ഏറ്റവും പിന്നെ 2 റേസ് ടു എൻ ആയിരിക്കും ഏറ്റവും എക്സ്പോണൻഷ്യലി ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് വരിക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കോംപ്ലക്സിറ്റീനെ റെപ്രസെന്റ് ചെയ്യാം. സി ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1, സി ഓഫ് എൻ ഇസ് ഈക്വൽ ടു ലോഗ് എൻ, സി ഓഫ് എൻ ഇസ് ഈക്വൽ ടു എൻ, ദെൻ എൻ സ്ക്വയർ, എൻ ക്യൂബ്, ഇങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാം. ഇതൊക്കെ എന്താണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ അതിന്റെ കൺസെപ്റ്റ്. പിന്നെ ആസ് ദ നമ്പർ ഓഫ് ഇൻപുട്ട് increased,
in what proportion the resources required will be increased. അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്നിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഏത് ഓർഡറിലാണ് റിസോഴ്സസ് റിക്വയർഡ് ഇൻക്രിമെന്റ് ചെയ്യുക. അത് ലീനിയർ ആയിട്ടാണോ, കോൺസ്റ്റന്റ് ആയിട്ടാണോ, പിന്നെ അല്ലെങ്കിൽ സ്ക്വയർ റേറ്റ് ആയിട്ടാണോ, ക്യൂബിക് റേറ്റ് ആയിട്ടാണോ, ഇതാണ് ചെക്ക് ചെയ്യുക. അതാണ് കോംപ്ലക്സിറ്റി കാൽക്കുലേഷൻ ഇൻ ദ അനാലിസിസ് ഓഫ് അൽഗോരിതം. ഇനി നമ്മൾ പറയുന്നത് ഇത് കണ്ടുപിടിക്കാനുള്ള 3 നൊട്ടേഷൻസ് ആണ്. ബിഗ് ഒ, അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ബിഗ് ഒ ആണ്. എങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക? അതായത് ഒ ഓഫ് എൻ, ഒ ഓഫ് എൻ, ഒ ഓഫ് എൻ സ്ക്വയർ, ഒ ഓഫ് എൻ ക്യൂബ്, ഇങ്ങനെ പറയാം. ക്യാപിറ്റൽ ഒ ആണ് ബിഗ് ഒന്റെ നൊട്ടേഷൻ. ഇതിൽ ബിഗ് ഒ നൊട്ടേഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഗ്രാഫ് ഇത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാണിച്ചാൽ മതി. ഗ്രാഫ് വരയ്ക്കാം. അതായത് 2 ഫംഗ്ഷൻസ് എഫ് ഓഫ് എന്നും ജി ഓഫ് എന്നും പറഞ്ഞ 2 ഫംഗ്ഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുക. ബിഗ് ഒ നൊട്ടേഷൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ മാക്സിമം ടൈം ദാറ്റ് ദ അൽഗോരിതം ടേക്സ് ഫോർ ദിസ് എക്സിക്യൂഷൻ. ഒരു അൽഗോരിതത്തിന് എടുക്കാവുന്ന മാക്സിമം ടൈം, അതാണ് ബിഗ് ഒ നൊട്ടേഷനിലൂടെ കാണിക്കുന്നത്. എത്ര വലിയ ഇൻപുട്ട് സൈസ് കൊടുത്താലും ഇതിനേക്കാളും കൂടുതൽ ടൈം അത് എടുക്കൂല. അതിന്റെ മാക്സിമം അപ്പർ ലിമിറ്റ് ആണ് ബിഗ് ഒ നൊട്ടേഷനിൽ കാണിക്കാം. അതേ സമയത്ത് ബിഗ് ഒമേഗയിലാണെങ്കിൽ ഇറ്റ് റെപ്രസെന്റ്സ് ദ മിനിമം ടൈം ദാറ്റ് ദ അൽഗോരിതം ടേക്സ് ഫോർ ദിസ് ഇറ്റ്സ് എക്സിക്യൂഷൻ. ഏറ്റവും മിനിമം ലെവലിലുള്ള പിന്നെ ടൈം ഏതാണോ അത്. ബിഗ് ഒ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ ടൈം ഇനി ഇത് എടുക്കൂല. ബിഗ് ഒമേഗ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും മിനിമം ടൈം അത് എടുക്കൂല. ഇനി അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു കേസാണ് നമ്മൾ ബിഗ് തീറ്റ എന്ന് പറഞ്ഞാൽ, അതായത് ആവറേജ് ടൈം ടേക്കൺ ഫോർ എക്സിക്യൂഷൻ. അപ്പം ഈ 3 കേസസ് ആണ് മെയിൻ ആയിട്ട് അതിൽ പറയാനുള്ളത്. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റില് 1-2 കേസസ് അതിൽ പറയുന്നത് വെച്ചാൽ, അത് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കേസ് അതിലുണ്ടായിരുന്നു. PDF എവിടെ പോയി നോക്കട്ടെ. ഉണ്ടായിരുന്നല്ലോ. ഒന്ന് രണ്ട് പ്രാവശ്യം ഇതെന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, നിങ്ങൾക്കൊരു ഏതെങ്കിലും ഒരു സി പ്രോഗ്രാമിന്റെ ഒരു പോർഷൻ തരും, എന്നിട്ട് അതിന് നിങ്ങൾ കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കണം. അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. പിന്നെ അത് അസിംപ്റ്റോട്ടിക് അനാലിസിസ്, അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇതിലിപ്പം ഈ ഒരു കേസിൽ ഇതിൽ എടുക്കാവുന്ന മാക്സിമം നിങ്ങൾക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കാൽക്കുലേറ്റ് ദ എന്താ പറയാ ബിഗ് ഒ നൊട്ടേഷൻ ഫോർ ദിസ് ഇക്വേഷൻ.
അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ കേസിലുള്ള ബിഗ് ഓ നൊട്ടേഷൻ കാണാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് O ഓഫ് n ക്യൂബ്. ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ആ ഇക്വേഷനിലുള്ള ലാർജസ്റ്റ് പവർ ഉള്ളത് ഏതാണോ അതായിരിക്കും അതിന്റെ കോംപ്ലക്സിറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ബിഗ് ഓ നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ മാക്സിമം ടൈം ടേക്കൺ. ഇത് പോയിട്ടില്ലല്ലോ. ഹലോ, ഓക്കെ ഓക്കെ. പിന്നെ ഇതിൽ നിങ്ങൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്തായാലും അത് ഒഴിവാക്കരുത്. ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫംഗ്ഷൻ തരില്ല, ആ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിലുള്ള ഏറ്റവും മാക്സിമം ഓർഡർ ഏതാണെന്ന് നോക്കുക, അത് എടുത്ത് എഴുതിയാൽ മാത്രം മതി. അതിൽ കോൺസ്റ്റന്റ് ഒന്നും വേണ്ട. കാരണം കോൺസ്റ്റന്റിനെ നമ്മൾ പിന്നെ അതിൽ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. മാക്സിമം ഓർഡർ എത്രയാണോ അതായിരിക്കും അതിന്റെ ബിഗ് ഓ നൊട്ടേഷൻ. ഇനി പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ഒമേഗ ആണ് ചോദിക്കുന്നതെങ്കിൽ അതിൽ ഏറ്റവും മിനിമം വരുന്നത് ഏതാണോ അത് എഴുതാൻ പറ്റും. പിന്നെ എന്താ ഇതിന്റെ കേസിലാണെങ്കിൽ O ഓഫ് n സ്ക്വയർ ആണ്. ഇതിന്റെ കേസിലാണെങ്കിൽ O ഓഫ് n ആണ്. അപ്പൊ ഒന്നുമില്ല, മാക്സിമം ഓർഡർ ഉള്ള ഏതാണോ അതായിരിക്കും അതിന്റെ ബിഗ് ഓ നൊട്ടേഷൻ എന്ന് പറഞ്ഞാല്. പിന്നെ 1000 n അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. ഈ ഓർഡർ ഓഫ് n അതാണ് നമ്മൾ എഴുതുക. അപ്പോൾ 9n പ്ലസ് 12ൻ്റെതും 1000n പ്ലസ് എത്ര 4,40,000 ഏതാണെങ്കിലും അതിന്റെ ഇതെന്ന് പറഞ്ഞാൽ O ഓഫ് n ആണ്. ഓക്കെ, അപ്പോൾ അത്രയും നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇനി ചില സമയങ്ങളിൽ ഇവർ ഈ ഇക്വേഷൻ തന്നിട്ടുണ്ടാവില്ല, ഇങ്ങനത്തെ ഒരു സാധനം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ പറഞ്ഞു ടൈം കോംപ്ലക്സിറ്റി ഉണ്ട്, സ്പേസ് കോംപ്ലക്സിറ്റി. രണ്ട് തരത്തിലുള്ള കോംപ്ലക്സിറ്റീസ് ആണ്, ടൈം കോംപ്ലക്സിറ്റിയും സ്പേസ് കോംപ്ലക്സിറ്റിയും. അതിൽ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് എക്സിക്യൂഷൻ ടൈം ഇറ്റ് വിൽ ടേക്കൺ ഫോർ ഇറ്റ്സ് എക്സിക്യൂഷൻ. ഇനി സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ എത്ര മെമ്മറി സ്പേസ് ആണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞത്. ഈ ടൈം കോംപ്ലക്സിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, അതിനുള്ളൊരു മെത്തേഡ് ഉണ്ട്, സ്റ്റെപ്പ് കൗണ്ട് മെത്തേഡ് എന്നാണ് നമ്മൾ പറയാം. സ്റ്റെപ്പ് കൗണ്ട് മെത്തേഡ്. അതായത് ഇപ്പോൾ ഈ ഒരു ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ കോംപ്ലക്സിറ്റി നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ ഇല്ലേ, എഫ് ഓഫ് n ഇസ് ഈക്വൽ ടു n ആയിരിക്കും ഇതിൽ വരിക. അതായത് ഇത് ഒരു സിംഗിൾ ഡയമെൻഷനിലുള്ള അല്ലെങ്കിൽ ഒരു സിംഗിൾ ലൂപ്പാണ്. അതിൽ 0 to n ടൈംസ് ഇത് എക്സിക്യൂട്ട് ചെയ്യും. n ടൈംസ് ആണ് അത് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ n-ന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട് നമ്പർ ഓഫ് സ്റ്റെപ്സും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് O ഓഫ് n. ഈ ഒരു കേസിൽ കോംപ്ലക്സിറ്റി വിൽ ബി O ഓഫ് n. ഇനി നെസ്റ്റഡ് ലൂപ്പ് വരുമ്പം സംഗതി കുറച്ച് മാറും. അതായത് n സ്ക്വയർ ആണ് വരിക. നെസ്റ്റഡ് ലൂപ്പിന്റെ കേസിൽ n സ്ക്വയർ ആണ് വരിക. കാരണം എന്താണെന്ന് വെച്ചാൽ n സ്ക്വയർ മീൻസ് n ഇൻറ്റു m. n ഇൻറ്റു m ഓർഡറിലാണ് ഇത് വരിക. കാരണം ഇത് എത്ര ടൈംസ് ആണ് എക്സിക്യൂട്ട് ചെയ്യുക, ഇത് നെസ്റ്റഡ് ലൂപ്പാണ്. ഇത്രയും എണ്ണം ഇൻറ്റു ഇത്രയും എണ്ണം, n ഇൻറ്റു m ടൈംസ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ ചോദിക്കാട്ടോ. n ഇൻറ്റു m ടൈംസ് ആണ് ഈ സാധനം എക്സിക്യൂട്ട് ചെയ്യുക. അപ്പൊ അതിന്റെ കോംപ്ലക്സിറ്റി വിൽ ബി O ഓഫ് n ഇൻറ്റു m. ഇതാ ഈ ഒരു കേസ്, ഇത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. ഇതിൽ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നേരത്തെ ഞാൻ കാണിച്ചിരുന്ന ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒരു കുറച്ച് മുന്നത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലൊരു ഇക്വേഷൻ തരും. ഐ മീൻ ഇക്വേഷൻ അല്ല, ഒരു ഇറ്റ്സ് സ്നിപ്പറ്റ്, ഒരു പ്രോഗ്രാം സ്നിപ്പറ്റ് തരും. എന്നിട്ട് അതിന് നിങ്ങൾ ഫസ്റ്റ് നമ്മൾ ഈ ഇക്വേഷൻ ഉണ്ടാക്കണം. ഇതുപോലെ നിങ്ങൾ ഇക്വേഷൻ ഉണ്ടാക്കണം. ഈ ഇക്വേഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ കോംപ്ലക്സിറ്റി എത്രയെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഈ ഒരു കേസിൽ ഓരോന്നും എങ്ങനെയാ ഉണ്ടായത് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈക്വൽ ടു, പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഇതിനൊക്കെ ഒരു സ്റ്റെപ്പ് കൗണ്ട് മെത്തേഡാണ്. ഒരു പ്രോഗ്രാമിൽ എത്ര സ്റ്റെപ്സ് ഉണ്ട് എന്ന് എണ്ണിയാൽ ടൈം ടേക്കൺ ഫോർ ഇറ്റ്സ് എക്സിക്യൂഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. അപ്പം ഈ ഒരു കേസിൽ നല്ല രീതിയിൽ അത് കറക്റ്റ് അത് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും വേണ്ട. ഇത് ഒരു കേസ് ലൈൻ 1
അതൊരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഇത് ഒരു സ്റ്റെപ്പ്. പിന്നെ ഈ കേസിൽ ഇത് ഓരോ കേസിലും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് i=1 ഒരു സ്റ്റെപ്പ്, ഇതില് ഇവിടെ ഈ അസൈൻമെന്റ് ഒരു സ്റ്റെപ്പ്, ഈ അഡീഷൻ, ഈ മൾട്ടിപ്ലിക്കേഷൻ, ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പും വരുന്ന ഓരോ ലൈനിലും വരുന്ന എത്ര സ്റ്റെപ്സ് ഉണ്ട് എന്നുള്ളത് കറക്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. is executed once each time I from 1 to n+1 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടതാണ് ഇവിടെ പറഞ്ഞത്. ഈ 1 പറഞ്ഞാൽ അസൈൻമെന്റിന്, n+1 പറഞ്ഞാൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാനാണ്. പിന്നെ ഈ n പറഞ്ഞാൽ i++, i=i+1 എന്നാണ്, അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ഉള്ളതാണ് ഈ n പറഞ്ഞത്. അങ്ങനെ ഓരോന്നും ഇവിടെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ 2n+3 ആണ് നമുക്ക് കിട്ടുക. ആ ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കി. അപ്പൊ നിങ്ങൾക്ക് കോഡിന്റെ പ്രോഗ്രാം സ്നിപ്പറ്റ് തന്നാൽ നിങ്ങൾ ആദ്യം അതിങ്ങനെ ഇങ്ങനെ ഏകദേശം എണ്ണിയാൽ മതി. ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ ഈ കോൺസ്റ്റൻസ് ഒന്നും വല്ലാതെ എണ്ണിയിട്ട് കാര്യമില്ല, കാരണം അതൊന്നും കോംപ്ലക്സിറ്റിയിൽ വരൂല. പിന്നെ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് എത്ര ലൂപ്പ് ഉണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇവിടെ സിംഗിൾ ലൂപ്പ് ആയതുകൊണ്ട് എന്തായാലും ഓഫ് n ടൈംസ് തന്നെ വരുള്ളൂ. ഇതിപ്പോ മൾട്ടിപ്പിൾ നെസ്റ്റഡ് ലൂപ്പ് ആണെങ്കിൽ n² വരുമായിരുന്നു. ഇനി അതേപോലെ ഇക്വേഷൻസ് അതിവിടെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. ഇതാ ഒരു കേസ്, ഇൻസേർഷൻ സോർട്ടിന്റെ കേസിലുള്ളതൊക്കെ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ കാര്യമായിട്ട് പറയാനുള്ളത്. അതൊക്കെ സെയിം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കേസ്, order of increasing പിന്നെ the growth patterns above has been listed in the order of increasing size. ഏറ്റവും കുറവ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ O of 1 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കോൺസ്റ്റന്റ് ടൈം. ഇനി O of log n ആണ് അടുത്തത്. n-നേക്കാളും കുറവാണ് n. ഇവിടെ ഒരു സംഭവം ഇട്ടിട്ടുണ്ട്, O of n ഇവിടെ കൊടുത്തിട്ടില്ല. O of log n കഴിഞ്ഞാൽ O of n ആണ് വരിക, അതിനുശേഷമാണ് n log n വരിക. അത് വിട്ടുപോയിട്ടുണ്ട് ഇതിന്. O of log n, അതായത് n-നേക്കാളും ചെറുതാണ് log n, അത് മറക്കരുത് കേട്ടോ. n-നേക്കാളും ചെറിയ വാല്യൂ ആണ് log n എന്ന് പറഞ്ഞത്. അതാണ് ലോഗരിതമിക് ടൈംസ് കോംപ്ലക്സിറ്റി വരും. പിന്നെ അടുത്തത് ലീനിയർ ആണ്. പിന്നെ n log n, അതിനെ n²-നേക്കാളും ചെറുതാണ് n log n എന്ന് പറഞ്ഞത്. n⁻⁶, c⁻n, n ഫാക്ടോറിയൽ. ദെൻ ഇവിടെ കുറെ കേസസ് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എക്സ്പൊണൻഷ്യൽ കേസിനാണ് പറഞ്ഞത് 2⁻n. അപ്പോൾ ഇതാ നേരത്തെ ഞാൻ പറഞ്ഞ ആ പിന്നെ ടേബിള്. അതായത് അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ പറഞ്ഞു കോംപ്ലക്സിറ്റി ഓഫ് ദ അൽഗോരിതം ക്യാൻ ബി എഫിഷ്യൻറ്റ്ലി കാൽക്കുലേറ്റഡ് ഓൺലി ഇഫ് ദ ഇൻപുട്ട് സൈസ് ഇസ് വെരി ലാർജ്. ഇപ്പോൾ ഈ ഒരു കേസ് ഇത് ഡിഫറെന്റ് അൽഗോരിതംസ് ആണ്. ഫസ്റ്റത്തെ അൽഗോരിതം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ log n ആണ്, രണ്ടാമത്തേൻ്റെത് n ആണ്, പിന്നെ n², പിന്നെ 2⁻n ആണ്. അപ്പോൾ ആദ്യം നമ്മൾ അറേന്റെ സൈസ് 8 എലമെന്റ്സേ ഉള്ളൂ നമ്മളെ ലിസ്റ്റിൽ. അങ്ങനെയാണെങ്കിൽ ഇത് ടൈം ടേക്കൺ വലിയ ഡിഫറൻസ് ഇല്ല. 3, 8, 64, 256 ഒന്നും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. അപ്പൊ നമുക്കത് മനസ്സിലാവില്ല. പക്ഷേ ആസ് ദ സൈസ് ഇൻക്രീസസ് അപ് ടു ഒരു 1 lakh വരെ വന്നു കഴിയുമ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ആദ്യത്തെ ലോഗരിതമിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് ഓൺലി 17 സ്റ്റെപ്സ്, ആകെ 17 സ്റ്റെപ്പ് എടുക്കുള്ളൂ. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കുക, ലീനിയർ ആണെങ്കിൽ 1 lakh പിന്നെ സ്റ്റെപ്സ്, അത്രയും എക്സിക്യൂഷൻ ടൈം എടുക്കും. ക്വാഡ്രാറ്റിക് ആണെങ്കിൽ 10 ബില്യൺ എടുക്കും. എക്സ്പോണൻഷ്യൽ ആണെങ്കിൽ അത് ഇറ്റ്സ് അൺകൗണ്ടബിൾ ആയിട്ടാണ് ഇവിടെ കാണിച്ചത്. അപ്പൊ നിങ്ങൾ നോക്കുക ഹൗ ദ എഫിഷ്യൻസി ഓഫ് അൽഗോരിതം ഡിഫറെന്റ്. അത് കാണണമെങ്കിൽ വി ക്യാൻ എക്സ്പീരിയൻസ് ഇറ്റ് ഓൺലി ഇഫ് ദ സൈസ് ഇസ് വെരി ലാർജ്. അതുകൊണ്ടാണ് അസിംപ്റ്റോട്ടിക് അനാലിസിസ് എന്നുള്ള സാധനം വേണം എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് ഇത്രയും മതി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതില് പറയാനുള്ള ഒരു 1-2 കാര്യങ്ങൾ. വാട്ട് ഇസ് ദ നീഡ് ഓഫ് അനാലിസിസ് ഓഫ്, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കട്ടോ അതിൽ നിന്ന്.
അനാലിസിസ് ഓഫ് അൽഗോരിതം എന്തിനാണ് ചെയ്യുന്നത്, എഫിഷ്യൻസി ഓഫ് അൽഗോരിതം എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, വാട്ട് യു മീൻ ബൈ കോംപ്ലക്സിറ്റി ഓഫ് അൽഗോരിതം. പിന്നെ കോംപ്ലക്സിറ്റി ഓഫ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ കോംപ്ലക്സിറ്റി ഓഫ് അൽഗോരിതം കാൽക്കുലേറ്റ് ചെയ്യാനാണ് അനാലിസിസ് ഓഫ് അൽഗോരിതം യൂസ് ചെയ്യുന്നത്. കോംപ്ലക്സിറ്റി ഇൻ ദ സെൻസ് ഹൗ മച്ച് റിസോഴ്സസ് an algorithm will take for its execution. റൺ ചെയ്യണമെങ്കിൽ എത്രത്തോളം റിസോഴ്സസ് വേണം. And what does this resources mean? It's mainly it is the execution time and the memory space. ഈ രണ്ടുമാണ് കോംപ്ലക്സിറ്റി റിസോഴ്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 3 നൊട്ടേഷൻസ് ആണ് ബിഗ് തീറ്റ, ബിഗ് ഒമേഗ ആൻഡ് ബിഗ് ഒ നൊട്ടേഷൻസ്. അതിന് 3നുമുള്ള ഗ്രാഫുകൾ നമ്മൾ പറഞ്ഞു. ബിഗ് ഒ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ മാക്സിമം ടൈം ഇറ്റ് വിൽ ടേക്കൺ. പിന്നെ അതിനേക്കാളും കൂടുതൽ ടൈം അത് എടുക്കൂല. പിന്നെ ബിഗ് ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ദ മിനിമം ടൈം റിക്വയർഡ് ഫോർ, അല്ലെങ്കിൽ മിനിമം കോംപ്ലക്സിറ്റി ദാറ്റ് ദ അൽഗോരിതം ടേക്സ്. പിന്നെ അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ആവറേജ് കോംപ്ലക്സിറ്റി കാൽക്കുലേഷൻ ആണ് പിന്നെ ബിഗ് തീറ്റ എന്ന് പറഞ്ഞത്. പിന്നെ സ്റ്റെപ്പ് കൗണ്ട് മെത്തേഡ്. ഒറ്റ മിനിറ്റ്. എവിടെ പോയി? ഹലോ. ഇതിപ്പോ പറഞ്ഞോണ്ടിരുന്നു. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ അത്രയും കാര്യങ്ങളേ ഉള്ളൂ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ. പിന്നെ ആ സ്റ്റെപ്പ് കൗണ്ട് മെത്തേഡും കൂടി, അതായത് ഇപ്പൊ ഫംഗ്ഷൻ നേരിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലുള്ള ഹയസ്റ്റ് എക്സ്പോണൻഷ്യൽ ഏതാണോ, എക്സ്പോണന്റ് ഏതാണോ അതായിരിക്കും അതിന്റെ കോംപ്ലക്സിറ്റി ബിഗ് ഒ നൊട്ടേഷൻ. പിന്നെ അതേപോലെ ബിഗ് ഒമേഗ ആണെങ്കിൽ ഏറ്റവും ചെറുത് കണ്ടുപിടിക്കുക. പിന്നെ സ്റ്റെപ്പ് കൗണ്ട് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് ആ ഫംഗ്ഷൻ ഉണ്ടാക്കിയെടുക്കുക പറഞ്ഞു. അതായത് ഓരോ സ്റ്റെപ്പ്, അസൈൻമെന്റ് ആണെങ്കിൽ ഒരു സ്റ്റെപ്പ്, അഡീഷൻ പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ ഓരോ സ്റ്റെപ്പായിട്ട് കൗണ്ട് ചെയ്യും. പിന്നെ ലൂപ്പ് വർക്ക് ചെയ്യുമ്പം അവിടെയാണ് ഓ ഓഫ് മീൻ എൻ എന്നുള്ളൊരു കൺസെപ്റ്റ് വരെ, എൻ ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത് ലൂപ്പ് ഉണ്ടാവുമ്പോഴാണ്. സിംഗിൾ ലൂപ്പ് ആണെങ്കിൽ എൻ എന്നുള്ളത് വരുള്ളൂ. ഡബിൾ ആണെങ്കിൽ ഇപ്പം പിന്നെ എൻ സ്ക്വയർ വരും. ഇനിയിപ്പോ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ ചോദിക്കാം ചിലപ്പോൾ നിങ്ങളോട്. പിന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ ഉണ്ടാകാവുന്ന മാക്സിമം പിന്നെ ഒമേഗ അല്ല ബിഗ് ഒ നൊട്ടേഷൻസ് കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതിൽ 3 ലൂപ്പ് ഒരുമിച്ച് വരാറുണ്ട്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രോഗ്രാമിൽ 3 ലൂപ്സ് ഒരുമിച്ച് വരും. അതായത് ഒരു ഫോർ ലൂപ്പ്, അതിൻ്റെ ഉള്ളിൽ ഒരു ഫോർ ലൂപ്പ്, വീണ്ടും അതിൻ്റെ ഉള്ളിൽ ഫോർ ലൂപ്പ്. അത് എൻ ക്യൂബ് ആണ് അതിന്റെ ഓർഡർ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എൻ ക്യൂബ് ആണ് വരിക. അതുപോലെ തന്നെയാണ് ട്രാവൽ സെയിൽസ്മാൻ പ്രോബ്ലത്തിലൊക്കെ എൻ ക്യൂബ് ഓർഡറിലാണ് വരാറ്. അപ്പൊ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ. ഇനി മുതൽ നമുക്ക് പഠിക്കാനുള്ളത് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. സോ ഡാറ്റ സ്ട്രക്ചറിലേക്ക് നമ്മൾ പോകുന്നേ ഉള്ളൂ. ഇന്നലെ ഞാനൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പിന്നെ സൗണ്ട് കട്ട് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. നമ്മൾ ഒരു ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ച് കുഴപ്പമില്ലല്ലോ? ഇല്ല. ഓക്കെ. ഇന്നലെ നമ്മൾ ശരിക്കും ഇത് ഇന്നലെ എടുക്കേണ്ട കാര്യമായിരുന്നു. ഞാൻ ഇന്നലെ ഒന്ന് എന്താ നിങ്ങളെ അവസ്ഥ എന്ന് അറിയാത്തത് കൊണ്ട് ജസ്റ്റ് ഒരു റിവിഷൻ എന്നുള്ള രീതിയിലാണ് ഇന്നലെ കുറച്ച് കോഡ് കാണിച്ചു തന്നതും അതേപോലെ പ്രോഗ്രാം എഴുതുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തന്നു. പിന്നെ അരേ എന്താന്ന് പറഞ്ഞു. അരേ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ എടുത്തത്. പക്ഷെ എനിക്ക് തോന്നുക നിങ്ങൾക്ക് ക്ലാസ് കിട്ടിയില്ല എന്ന് ഇന്നലെ ആരോ ഒന്ന് പറഞ്ഞു.
സോ നമുക്ക് ഏതായാലും സ്റ്റാർട്ടിങ് മുതൽ തന്നെ പറയാം. വാട്ട് ഇസ് ഡാറ്റ? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് റോ ഫാക്ട്സ്. ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഇസ് ദ അറേഞ്ച്മെന്റ് ഓഫ് ഡാറ്റ ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു സ്പെഷ്യലൈസ്ഡ് ഫോർമാറ്റിൽ ഡാറ്റനെ ഓർഗനൈസ് ചെയ്യുക. ഓക്കെ, ബേസ്ഡ് ഓൺ ദ പിന്നെ എങ്ങനെയാണ് പിന്നെ എന്താ പറയാ, പ്രിമിറ്റീവ് അല്ലെങ്കിൽ നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ്. രണ്ട് തരത്തിൽ, പല തരത്തിൽ ഡാറ്റ സ്ട്രക്ചേഴ്സിന് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇത് മാത്രമല്ല, സ്റ്റാറ്റിക്, ഡൈനാമിക്, പ്രിമിറ്റീവ്, നോൺ പ്രിമിറ്റീവ്, അതുപോലെ ലീനിയർ, നോൺ ലീനിയർ, ഇങ്ങനെ പല തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഒക്കെ നിങ്ങൾ നോക്കി വെക്കുക. അതായത് സ്റ്റാറ്റിക് ആണോ ഡൈനാമിക് ആണോ എന്നുള്ള ക്ലാസിഫിക്കേഷൻ ഇസ് ബേസ്ഡ് ഓൺ, പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. അതായത് കമ്പൈൽ ടൈമിൽ തന്നെ പിന്നെ ഫിക്സഡ്, അതായത് നിങ്ങൾ ഇന്നലെ നമ്മൾ പറഞ്ഞ കേസ് അറേന്റെ കേസ് ഒരു സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ആണ്. പക്ഷെ ലിങ്ക്ഡ് ലിസ്റ്റ് ഒരു ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ ആണ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ മെമ്മറി അലോക്കേറ്റ് ചെയ്യുള്ളൂ. അങ്ങനത്തെ കേസാണ് ഡൈനാമിക്. പക്ഷെ കമ്പൈൽ ടൈമിൽ തന്നെ, അതായത് റൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ സൈസ് റിസർവ് ചെയ്ത് വെക്കുന്നതിന് അല്ലെങ്കിൽ മെമ്മറി റിസർവ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ സ്റ്റാറ്റിക് എന്ന് പറയാറ്. ഇത് വേറൊരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്, പ്രിമിറ്റീവ് ആൻഡ് നോൺ പ്രിമിറ്റീവ്. ഇത് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാല് ഏറ്റവും, അതായത് ബിൽറ്റ് ഇൻ ആയിട്ടുള്ള സാധനങ്ങൾ, സിസ്റ്റത്തിൽ ബിൽറ്റ് ഇൻ ആയിട്ട് വരുന്ന കുറെ ഡാറ്റ ടൈപ്സ് ഉണ്ടാവും. അതാണ് പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. ഇനി ഈ പ്രിമിറ്റീവിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ കെട്ടിപ്പൊക്കുന്ന സാധനങ്ങളാണ് നോൺ പ്രിമിറ്റീവ് എന്ന് പറഞ്ഞത്. ഇൻറ്റീജർ, ക്യാരക്ടർ, ഫ്ലോട്ട്, പോയിന്റേഴ്സ്, ഇതൊക്കെ പ്രിമിറ്റീവ് ആണ്. ഇനി നോൺ പ്രിമിറ്റീവിൽ വരുന്നത് ഓക്കെ, അറേസ്. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ സിംഗിൾ ഡയമെൻഷൻ, 2 ഡയമെൻഷനൽ, മൾട്ടി ഡയമെൻഷനൽ ഉണ്ട്. ലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ടാവാം. ലിസ്റ്റ് ഇസ് അഗെയിൻ ക്ലാസിഫൈഡ് ആസ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഇതിൽ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സിൽ വരുന്നതാണ് ഈ, പിന്നെ ഇത് എസ്സേക്കൊക്കെ ചോദിക്കാവുന്ന ഒരു സാധനമാണ് കേട്ടോ, ഡാറ്റ സ്ട്രക്ചറിന്റെ ക്ലാസിഫിക്കേഷൻ. പിന്നെ ലീനിയർ ആൻഡ് നോൺ ലീനിയർ എന്ന് പറയും ലിസ്റ്റിനെ. ലീനിയറിൽ വരുന്നത് സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. ഇനി നോൺ ലീനിയറിൽ വരുന്നത് ട്രീസും ഗ്രാഫ്സും. ഇനി വേറെ രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലീനിയർ മാത്രം പറയുകയാണെങ്കിൽ അറേസും ലീനിയർ തന്നെയാണ്. അറേ പറഞ്ഞത് ഒരു ലീനിയർ പിന്നെ ഡാറ്റ സ്ട്രക്ചർ ആണ്. ഇങ്ങനെയും ക്ലാസിഫൈ ചെയ്യാം, അതായത് അറേസ്, സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. പിന്നെ നോൺ ലീനിയറിൽ ട്രീസ്, ഗ്രാഫ്സ്. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ഇത്രയും ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ ഓവറോൾ മോഡ്യൂൾസ് ഇതിലുണ്ട്. ഈ ഒരൊറ്റ പിക്ചറിൽ നിങ്ങൾ പഠിക്കേണ്ട എല്ലാ ടൈപ്പ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സും, ഇത്രയും ഡാറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി പിന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ എന്താന്ന് പറഞ്ഞു. അതായത് ഇറ്റ് ഇസ് ഡയറക്ട്ലി ഓപ്പറേറ്റഡ് അപ്പോൺ ദ മെഷീൻ ലെവൽ ഇൻസ്ട്രക്ഷൻസ് വിച്ച് ഇസ് കോൾഡ് ദ പ്രിമിറ്റീവ്. അതിന്റെ മുകളിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് നോൺ പ്രിമിറ്റീവ് പറഞ്ഞത്. പിന്നെ ഏതൊരു ഡാറ്റ സ്ട്രക്ചർ ആണെങ്കിലും, ഇത് പ്രിമിറ്റീവിന് മാത്രമല്ല, ഏതൊരു ഡാറ്റ സ്ട്രക്ചർ ആണെങ്കിലും അതിന് കോമൺ ആയിട്ട് കുറെ ഓപ്പറേഷൻസ് ഉണ്ടാവും. അതായത് ക്രിയേഷൻ, ഇൻസേർഷൻ, ഡിലീഷൻ, അപ്ഡേഷൻ, സെലക്ഷൻ, പിന്നെ ട്രാവേഴ്സൽ. ട്രാവേഴ്സൽ പറഞ്ഞാൽ പ്രിന്റിംഗ് ആണ്, ട്രാവേഴ്സൽ ഓർ വിസിറ്റിംഗ്. പിന്നെന്താണ് സോർട്ടിങ്, മെർജിങ്. ഇതൊക്കെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഓപ്പറേഷൻസ് ആണ് upon the data structures. These are the different operations which are performed upon the data structures. ഏത് ഡാറ്റ സ്ട്രക്ചർ ചോദിച്ചാൽ, നിങ്ങളോട് ഇപ്പോൾ ചോദിക്കുകയാണ് വാട്ട് ആർ ദ ഡിഫറെന്റ് ഓപ്പറേഷൻസ് പെർഫോംഡ് ഓൺ സ്റ്റാക്ക് ചോദിച്ചാൽ അത് എഴുതാം. ഈ സെയിം ആൻസർ തന്നെ എഴുതാം. ക്യൂ ചോദിച്ചാലും എഴുതാം, ട്രീ ചോദിച്ചാലും എഴുതാം. ഇതൊക്കെ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ളതാണ്. ഇതൊക്കെ മെയിൻ ആയിട്ട് ചിലപ്പോൾ ചില പിന്നെ ഡാറ്റ സ്ട്രക്ചേഴ്സിന്റെ പേരുകൾ, ഇപ്പൊ ഇൻസേർഷനും ഡിലീഷനും, സ്റ്റാക്കിൽ ഇൻസേർഷന് പറയുന്ന പേരാണ് പുഷ്, പിന്നെ പോപ്പ് പറഞ്ഞാൽ ഡിലീഷൻ ആണ്. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ ഏത് ഡാറ്റ സ്ട്രക്ചർ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാം. അതിന്റെ ഒക്കെ ഓപ്പറേഷൻസ് സെയിം തന്നെ ആയിരിക്കും.
ഇനി അറേസ് എന്നല്ല പറഞ്ഞു. നമുക്കിനി ഓരോ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആയിട്ട് പറയാം. ഇത് ഇന്നലെ പറഞ്ഞു. ഫസ്റ്റത്തെ ഡാറ്റ സ്ട്രക്ചർ ആണ് അറേ. ഇനി സ്റ്റാക്ക് നമ്മൾ കുറച്ച് പറയും. ലിങ്ക്ഡ് ലിസ്റ്റ്. ഇത് ലിങ്ക്ഡ് ലിസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ്. ശരിക്കും അറേസും ലിങ്ക്ഡ് ലിസ്റ്റും ആണ് നമ്മൾ പ്രിമിറ്റീവ് കഴിഞ്ഞാൽ പിന്നെ ബേസിക് ആയിട്ടുള്ള രണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് അറേയും ഒന്ന് ലിങ്ക്ഡ് ലിസ്റ്റും ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാക്ക്, ക്യൂ, ഗ്രാഫ്, ട്രീ ഒക്കെ ഉണ്ടാക്കുക. ഏത് ഡാറ്റ സ്ട്രക്ചർ എടുത്താലും അതിന് രണ്ട് ടൈപ്പ് ഓഫ് ഇംപ്ലിമെന്റേഷൻസ് ഉണ്ടാവും. യൂസിങ് അറേയും യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റും. രണ്ടും രണ്ട് രീതിയിലാണ് അതിന്റെ ഇംപ്ലിമെന്റേഷൻ വരിക. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അറേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലിങ്ക്ഡ് ലിസ്റ്റ് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറെന്റ് കൺസെപ്റ്റ് തന്നെയാണ് അതില്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാധനവും ശരിക്കും ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. എല്ലാവരുടെയും ഡാറ്റ സ്ട്രക്ചർ പഠിക്കുന്ന എല്ലാവരുടെയും പേടി സ്വപ്നമായിട്ടുള്ള ഒരു സാധനമാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പൊ നമുക്ക് അതിൽ കുറച്ച് സ്ട്രെസ് കൊടുത്തിട്ട് തന്നെ പഠിക്കാം. പിന്നെ ബാക്കിയുള്ളതൊക്കെ സിമ്പിൾ ആണ്. സ്റ്റാക്ക്, ക്യൂ ഒക്കെ പെട്ടെന്ന് നമുക്ക് പഠിക്കാം. പിന്നെ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിലെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പിന്നെ സ്കാറ്റേർഡ് ആയി കിടക്കുന്ന കുറെ നോഡുകളെ ലിങ്ക് ചെയ്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക ചെയ്തത്. നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെയാണ് അതിന്റെ ഒരു വർക്കിംഗ് ഉണ്ടാവുക. അതായത് പിന്നെ എന്താ പറയാ, അറേസിന്റെ ഡെഫിനേഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞു. അതായത് വാട്ട് ഇറ്റ്സ് എ കണ്ടിഗ്യൂസ് മെമ്മറി ലൊക്കേഷൻസിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞു. അടുത്തടുത്ത ലൊക്കേഷൻസിൽ നിങ്ങളിവിടെ നോക്കാം. അറേ എന്ന് പറഞ്ഞാല് ഇത് നിങ്ങൾ നോക്കുക. പിന്നെ 0, 1, 2, 3 ഇങ്ങനെ അടുത്തടുത്ത ലൊക്കേഷനിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഒരു അറേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലിസ്റ്റ് ആണെങ്കിൽ, ലിങ്ക്ഡ് ലിസ്റ്റ് ആണെങ്കിലും അറേ ആണെങ്കിലും ഇറ്റ്സ് എ ലിസ്റ്റ് ഓഫ് എലമെന്റ്സ് പിന്നെ ഒരു സിംഗിൾ വേരിയബിളിന്റെ ഉള്ളിൽ കൊടുക്കുന്ന പിന്നെ ലിസ്റ്റ് ഓഫ് എലമെന്റ്സ് ആണ്. അപ്പൊ അറേ ആണെങ്കിൽ അടുത്തടുത്ത മെമ്മറി ലൊക്കേഷനിലാണ് നമ്മൾ കീപ്പ് ചെയ്യുക. പക്ഷേ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ കേസ് അങ്ങനെയല്ല. ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് എലമെന്റ്സ് ആർ സ്റ്റോർഡ് ഇൻ സെയിം ലിസ്റ്റിലുള്ള എലമെന്റ്സ് തന്നെ മൾട്ടിപ്പിൾ ലൊക്കേഷൻസിലാണ് സ്റ്റോർ ചെയ്യുക. അതായത് നോൺ കണ്ടിഗ്യൂസ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, അറേയും ലിങ്ക്ഡ് ലിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഒന്നെന്ന് പറഞ്ഞാൽ അറേസ് ആർ സ്റ്റോർഡ് ഇൻ കണ്ടിഗ്യൂസ് മെമ്മറി ലൊക്കേഷൻസിലാണ്. പക്ഷേ ലിങ്ക്ഡ് ലിസ്റ്റിൽ വാല്യൂസ് ആർ സ്റ്റോർഡ് ഇൻ നോൺ കണ്ടിഗ്യൂസ് മെമ്മറി ലൊക്കേഷൻസിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുക. അതായത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് മെമ്മറി പൂളില്, ഫ്രീ മെമ്മറി പൂളില് എവിടെയെങ്കിലും കുറെ സ്കാറ്റേർഡ് ആയി കിടക്കുന്ന മെമ്മറി ഉണ്ടെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് ഓരോ നോഡുകൾ ഇങ്ങനെ സ്റ്റോർ ആവും. ഓരോ നോഡ് പറഞ്ഞാല് ഇപ്പൊ 17 ഇസ് എ നോഡ്, 23 ഇസ് എ നോഡ്, 62 ഇങ്ങനെ ഓരോ എലമെന്റും ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് സ്റ്റോർ ആവും. എന്നിട്ട് പക്ഷെ ഇത് ഒരേ ലിസ്റ്റിന്റെ ഭാഗമാണ് ഈ വാല്യൂസ് ഒക്കെ. അപ്പൊ നമ്മൾ അതിനെ കണക്ട് ചെയ്യണം. അപ്പൊ കണക്ട് ചെയ്യാൻ ഓരോ വാല്യൂവിന്റെയും കൂടെ ഒരു അഡ്രസ് പാർട്ടും കൂടെ നമ്മൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതെന്തിനാന്ന് വെച്ചാല് ഇപ്പോ 17 ആണ് ഫസ്റ്റത്തെ എലമെന്റ്, അതിനുശേഷം 23 ആണ് അടുത്ത എലമെന്റ്, പിന്നെ 55 ആണ് അടുത്ത എലമെന്റ്. ഇതുപോലെ 55 അടുത്ത എലമെന്റ്, 72, 14 ആൻഡ് 62. ഇത് ഒരു ലിസ്റ്റ് ആണ്. പക്ഷെ ഇത് നിങ്ങൾ നോക്കുക, മെമ്മറിയിൽ പല പല സ്ഥലങ്ങളിലായിട്ടാണ് ഈ ഓരോ നോഡുകളും കിടക്കുന്നത്. പക്ഷേ ഇറ്റ് ഈസ് കണക്റ്റഡ് യൂസിങ് അഡ്രസ്സസ്. ഈ പുള്ളി കാണുന്നത് അഡ്രസ് ആണ്. ഈ നോഡിന്റെ അഡ്രസ്സ് ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടാവും, ഇതിന്റെ അഡ്രസ്സ് ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടാവും ഇൻ ഓർഡർ ടു ക്രിയേറ്റ് എ ലിസ്റ്റ്. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the values in a list is scattered in the memory pool
and it is each of this nodes has been connected using the address. ഏത് മാനറിലാണ് അഡ്രസ്സ് കണക്ട് ചെയ്തിട്ടുള്ളത്? ഈച്ച് നോഡ് വിൽ കണ്ടെയ്ൻ an address part which is pointing to next element in the list. അതായത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ലിസ്റ്റ് പറഞ്ഞാൽ 17, 23, 55, 72, 14 ആൻഡ് 62. ഇതുപോലെ ഉള്ള ലിസ്റ്റിൽ ഈ 23ന്റെ അഡ്രസ്സ് 23 പറഞ്ഞ നോഡ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടാവും. ആ നോഡിന്റെ അഡ്രസ്സ് ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ പ്രീവിയസ് വാല്യൂ വിച്ച് ഇസ് ഇൻ ദ 70. ഇനി 55ന്റെ വാല്യൂ അഡ്രസ് വാല്യൂ വിൽ ബി അഡ്രസ് ആണ്. 55 എന്ന് പറഞ്ഞ വാല്യൂ അല്ല, 55 സ്റ്റോർ ചെയ്തിട്ടുള്ള അഡ്രസ് ഏതാണോ അതിന്റെ അഡ്രസ് ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ 23. ഇതുപോലെ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് ഉണ്ടാക്കി വെക്കും. അതാണ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ശരിക്കും ദ ലാസ്റ്റ് എലമെന്റ് വിൽ കണ്ടെയ്ൻ എ നൾ വാല്യൂ. ഇതിന് വേറെ എങ്ങോട്ടും പോയിന്റ് ചെയ്യാനില്ല. അപ്പൊ എന്താണ് ഇതിൽ നൾ വാല്യൂ ആണ് ഉണ്ടാവുക. ദിസ് ഇസ് ദ ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറഞ്ഞു, ഒന്ന് കണ്ടിഗ്യൂസ് ലൊക്കേഷനിലാണ്, ഒന്ന് നോൺ കണ്ടിഗ്യൂസ് ലൊക്കേഷനിലാണ്. അതൊരു ഡിഫറൻസ്. ഇനി ഇതൊരു ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ ആണ്, വെറാസ് ദ അറേ ഈസ് എ സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ. അത് തമ്മിലുള്ള ഡിഫറൻസ്. അതായത് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കമ്പൈൽ ടൈമിൽ തന്നെ നമ്മൾ അറേ എങ്ങനെയാ പറയാ, ഇൻഡ് എ ഓഫ് 100 എന്ന് പറഞ്ഞിട്ട് ഫിക്സഡ് സൈസ്ഡ് ആണ് അറേ എന്ന് പറഞ്ഞാൽ. പക്ഷെ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഓരോ നോഡും നമ്മൾ റണ്ണ് ചെയ്യുന്ന സമയത്താണ് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. അതാണ് നമ്മൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. ആവശ്യമുള്ള സമയത്ത് പുതിയൊരു വാല്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യാൻ അല്ല പുതിയൊരു വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്ന സമയത്ത് മാത്രമേ അതിന് വേണ്ട മെമ്മറി നമ്മൾ അലോക്കേറ്റ് ചെയ്യുള്ളൂ. അതാണ് ഒരു ഡിഫറൻസ്. അതാണ് സ്റ്റാറ്റിക് ഡൈനാമിക് എന്ന് പറഞ്ഞത്. പിന്നെ ഒരു ഡിഫറൻസ് പറഞ്ഞാൽ അറേയിൽ വാല്യൂസ് മാത്രമേ നമ്മൾ കീപ്പ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഓരോ വാല്യൂന്റെയും കൂടെ വി ഹാവ് ആൻ എക്സ്ട്രാ അഡ്രസ് പാർട്ട് which is pointing to the next element in the list. ഇതിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഈ ഒരു പോയിന്റർ ഏതെങ്കിലും ഒരു പോയിന്റർ കട്ടായി പോയാൽ പിന്നെ ഈ എൻ്റർ ലിസ്റ്റിന് നമുക്ക് പിന്നെ എടുക്കാൻ പറ്റൂല, തിരിച്ചെടുക്കാൻ പറ്റൂല. കാരണം ഇതിപ്പോ ഇത് കട്ടായി പോയാൽ പിന്നെ ഇതിന്റെ അഡ്രസ് ഒന്നും വേറെ എവിടെയും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഈ ലിങ്ക് ഇങ്ങനെ കട്ടാവാതെ കീപ്പ് ചെയ്യണം. ഇതാണ് ഒരു ഡാറ്റ സ്ട്രക്ചർ. ഇനി അടുത്ത വേറൊരു ഡാറ്റ സ്ട്രക്ചർ ആണ് സ്റ്റാക്ക്. Stack is a data structure in which the elements can be inserted through one end and through the same end we can delete the element also. അപ്പം ഈ ഒരു കേസിൽ നിങ്ങൾ നോക്കാം, ഈ ഒരു പോയിന്റിലൂടെ മാത്രമേ നമുക്ക് ഹലോ കട്ടായിട്ടില്ലല്ലോ, നിങ്ങൾ ഇടക്കൊന്ന് ആരെങ്കിലും ഒന്ന് ഹായ് പറയാം കേട്ടോ. ഹലോ, ഈ പോയിന്റ് ഓക്കെ മാം. ഇതില് ഈ പോയിന്റിനെ നമ്മൾ പിന്നെ ടോപ്പ് ഓഫ് സ്റ്റാക്ക് എന്നാ പറയാം. ടോപ്പ് ഓഫ് സ്റ്റാക്ക് അതായത് ഇതല്ല ടോ സ്റ്റാക്ക്, നമ്മൾ ഇങ്ങനെയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ഈ സ്റ്റാക്ക് ക്യൂ പറഞ്ഞ ഡിഫറെന്റ് ഡാറ്റ സ്ട്രക്ചേഴ്സ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് യൂസറിന്റെ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അതായത് ചില സിറ്റുവേഷൻസിൽ ഏറ്റവും അവസാനം നമ്മൾ ഇൻസേർട്ട് ചെയ്ത ഡാറ്റേനെയാണ് നമുക്ക് ആദ്യം ഡിലീറ്റ് ചെയ്യേണ്ടത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യുക. പിന്നെ ഈ കേസ് അങ്ങനെയാണ്. അതായത് ഈ എൻഡിലൂടെ മാത്രമേ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ആ എൻഡിലൂടെ മാത്രമേ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും പറ്റുള്ളൂ, ഇതിലൂടെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദ സെയിം എൻഡിലൂടെയാണ് ഇൻസേർഷനും ഡിലീഷനും നടക്കുന്നത്. ആൻഡ് ദാറ്റ് നോഡ് ഇസ് കോൾഡ് ദാറ്റ് പോയിന്റ് ഇസ് കോൾഡ് ദ ടോപ്പ് ഓഫ് സ്റ്റാക്ക്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർ ലിഫോ എന്ന് വിളിക്കാറുണ്ട് സ്റ്റാക്കിനെ. ഇനി അടുത്തതാണ് ക്യൂ. അതായത് ചില സിറ്റുവേഷൻസിൽ നമ്മൾ റിയൽ ലൈഫിലെ ക്യൂ പോലെ തന്നെയാണ് ഇതും. അതായത് ആദ്യം വരുന്ന ആളെ അതായത് ആദ്യം ഇൻസേർട്ട് ചെയ്യുന്ന വാല്യൂവിനെ ആദ്യം ഡിലീറ്റ് ചെയ്യണം. അതിനാണ് ക്യൂ എന്ന് പറഞ്ഞത്. ഇതിന് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയും.
ഒരെൻഡിലൂടെ ഇൻസേർഷനും ഒരെൻഡിലൂടെ ഡിലീഷനും. ഇൻസേർട്ട് ചെയ്യുന്ന എൻഡിന് പറയുന്ന പേരാണ് റിയർ എൻഡ്. ഡിലീറ്റ് ചെയ്യുന്ന എൻഡിന് പറയുന്ന പേരാണ് ഫ്രണ്ട് എൻഡ്. പിന്നെ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ഇത്രയാണ് ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ്, അതായത് അറേ, ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ. ഇനി നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിന്റെ എക്സാമ്പിൾസ് ആണ് ട്രീ ആൻഡ് ഗ്രാഫ്സ്. ഇതാണ് ട്രീ. ട്രീ പറഞ്ഞത് ജനറൽ ട്രീ ഉണ്ടാവാം, ബൈനറി ട്രീ, പല ടൈപ്പ് ഓഫ് ട്രീസ് ഉണ്ടാവും. ജനറൽ ട്രീ പറഞ്ഞാൽ ഓരോ നോഡിലും എത്ര വേണമെങ്കിൽ ഒരു എൻ അരേ ട്രീ എന്നാണ് പറയുക. NRRY എന്നറി ട്രീ. പിന്നെ അല്ല, RRY അല്ല, എൻ അറി. അതായത് ഈ ബൈനറി എന്ന് പറയുന്നത് എന്താണ്? രണ്ടെണ്ണം ഉള്ളതാണ് ബൈനറി. മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ടെർണറി എന്ന് പറയും. ഇത് അതായത് ഒരു നോഡിന് മാക്സിമം എത്ര ചൈൽഡ് പറ്റും, എത്ര ചിൽഡ്രൻ പറ്റും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റത്തെ നോഡിന് പറയുന്ന പേരാണ് റൂട്ട്. പിന്നെ ഈ റൂട്ടിൽ നിന്ന് കുറെ ചിൽഡ്രൻ ഉണ്ടായിട്ടുണ്ട്. ദാറ്റ് ചൈൽഡ് ക്യാൻ അഗെയിൻ ബി എ പാരന്റ് ഫോർ അനദർ ചൈൽഡ്. അപ്പോൾ ഇത് റൂട്ടാണ്. ഏറ്റവും ഫസ്റ്റ് വരുന്നത് റൂട്ട്, ദെൻ അതിൻ്റെ ചിൽഡ്രൻ ആണിത്, അതിൻ്റെ ചിൽഡ്രൻ ആണിത്. ഏറ്റവും ലാസ്റ്റ് വരുന്ന നോട്ട്സിന്, അതായത് ദ നോട്ട്സ് വിച്ച് ഡോണ്ട് ഹാവ് എനി ചിൽഡ്രൻ, അങ്ങനത്തെ കേസിനാണ് ലീഫ് നോട്ട്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഡിഫറെന്റ് നോട്ട്സ് ക്യാൻ ബി കണക്റ്റഡ് യൂസിങ്, ഇതിന് പറയുന്ന പേരാണ് നോഡ്, ക്യാൻ ബി കണക്റ്റഡ് യൂസിങ് എഡ്ജസ്. ഓക്കെ. ഇനി ഗ്രാഫ്, ഏറ്റവും ലാസ്റ്റത്താണ് ഗ്രാഫ് പറഞ്ഞത്. ഗ്രാഫ് പറഞ്ഞാൽ ഇത് ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ട്രീ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ആണ് ഇതിന്. അതായത് പാരന്റ്, ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഉണ്ട്. ഇതിന്റെ ഒരു ജനറലൈസ്ഡ് കേസ് ആണ്, അതായത് വേർട്ടിസസും എഡ്ജസും ഒക്കെ ഉള്ള അതിന്റെ ഒരു ജനറലൈസ്ഡ് കേസ് ആണ് ഗ്രാഫ്സ് പറഞ്ഞത്. നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഗ്രാഫ് തന്നെയാണ് ഇവിടെയും. അതായത് G = VE എന്ന് പറഞ്ഞാൽ വേർ V is the vertices സെറ്റ്, ഈ പറഞ്ഞാൽ എഡ്ജിന്റെ സെറ്റും. ഇതാണ് ഗ്രാഫ് പറഞ്ഞത്. അതായത് നേരത്തെ കണ്ട ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഇവിടെ ഉണ്ടാവില്ല, പക്ഷെ there is vertices and edges connecting these vertices. അപ്പം ഇത്രയുമാണ് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞത്. ഇതിൽ ഏത് ഡാറ്റ സ്ട്രക്ചർ ആണ് നല്ലത് എന്നതിനൊരു പ്രസക്തി ഇല്ല. കാരണം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഡിഫറെന്റ് ഡാറ്റ സ്ട്രക്ചേഴ്സിൽ ഏത് ഡാറ്റ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് നമ്മളെ ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടത് എന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുക? നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ടാണ് അതിനെ നമ്മൾ സ്റ്റോർ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു, ഏറ്റവും ആദ്യം കൊടുത്തപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റ് അടുക്കി വെക്കുന്ന ഒരു കേസ് നമ്മൾ സാധാരണ പറയുന്ന ഒരു കേസാണ്. ഇപ്പൊ നമ്മൾ പ്ലേറ്റ് കഴുകി അട്ടിയായിട്ട് ഇങ്ങനെ വെക്കുകയാണ്, അല്ലെങ്കിൽ ഡ്രസ്സുകൾ ഇങ്ങനെ നമ്മൾ മടക്കി പിന്നെ നമ്മളിങ്ങനെ അട്ടിക്കട്ടിക്ക് ഇങ്ങനെ വെക്കാറുണ്ട്. അങ്ങനെ വെക്കുന്ന സമയത്ത് ഒരു പോയിന്റിലൂടെ തന്നെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതും അതേ പോയിന്റിൽ കൂടെ തന്നെയാണ് ഡിലീറ്റ് ചെയ്യുക. നമ്മൾ പ്ലേറ്റ് ഒക്കെ നമ്മൾ അടുക്കി വെച്ചാൽ അതിന്റെ അടിയിൽ നിന്ന് വലിക്കുകയല്ല ചെയ്യുക. ഏത് പ്ലേറ്റ് ആണോ ഏറ്റവും മുകളിൽ വെച്ചത്, ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്തത്, അതിനെയാണ് നമ്മൾ ഏറ്റവും ആദ്യം പുറത്തേക്ക് എടുക്കുന്നത്, അതിനെ ഡിലീറ്റ് ചെയ്യുന്നത്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ജസ്റ്റ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യും. ഇനി ചില സിറ്റുവേഷൻസിൽ ആദ്യം ഇൻസേർട്ട് ചെയ്തത് ആരെയാണോ, ഇപ്പൊ ഒരു പ്രിന്റർ നമ്മൾ ഒരു പിന്നെ എന്താ പറയാ, ഒരു ഷെയർഡ് റിസോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണെന്ന് വെച്ചോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ സെയിം പ്രിന്ററിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു പ്രിന്റിംഗ് ക്യൂ ഉണ്ടാവാറുണ്ട്. പ്രിന്റിംഗ് ക്യൂ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക? ഒരുപാട് റിക്വസ്റ്റുകൾ, പിന്നെ ഒരുപാട് പേപ്പേഴ്സ് ഒരേ സമയത്ത് പ്രിന്റ് എടുക്കാൻ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഒന്നും വേണ്ട, നമ്മളെ സിസ്റ്റത്തിൽ തന്നെ നമ്മളിപ്പോൾ ഒരുപാട് പ്രിന്റ് ഓപ്ഷൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, കുറേ പേജസ് പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ കൊടുത്തത് ഏതാണോ, അതായത് പിന്നെ നമ്മൾ കൊടുക്കുന്ന അതേ സ്പീഡിൽ തന്നെ റിക്വസ്റ്റ് ചെയ്യുന്ന അതേ ഓർഡറിൽ തന്നെ നമുക്ക് പ്രിന്റ് കിട്ടൂല, പ്രിന്റിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടൂല, കുറച്ച് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ കുറെ റിക്വസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആദ്യം കൊടുത്ത റിക്വസ്റ്റ് ഏതാണോ അതിന്റെ റെസ്പോൺസ് ആണ് ആദ്യം വരിക, അല്ലെ? അത് എന്ത് ഓർഡറാണ്? ക്യൂ എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചർ ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്.
ഇപ്പോൾ സ്റ്റാക്കിന്റെ കേസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇനി പഠിക്കാൻ പോണ പിന്നെ എക്സ്പ്രഷൻ, പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ, പിന്നെ അതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷന്റെ അരിത്തമെറ്റിക് ഇവാലുവേഷൻ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ഇവാലുവേഷൻ, പിന്നെ റിക്കർഷൻ, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് പിന്നെ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് വരിക. ഏറ്റവും അവസാനം ഇൻസേർട്ട് ചെയ്ത് ഏതാണോ അതിന് നമുക്ക് ആദ്യം പിന്നെ ഡിലീറ്റ് ചെയ്യണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യും. പിന്നെ ട്രീ ഡാറ്റ സ്ട്രക്ചേഴ്സ് വരുന്ന ഒരു കേസ് പറഞ്ഞാൽ നമ്മൾ ഫയലിന്റെ ഹയറാർക്കി, ഐ മീൻ അതായത് ആദ്യം ഒരു റൂട്ട് ഡയറക്ടറി ഉണ്ടാവും, പിന്നെ അതിന്റെ താഴെ നമുക്ക് കുറേ ഡയറക്ടറീസ് ഉണ്ടാവും, പിന്നെ അതിന്റെ അടിയിൽ കുറേ വീണ്ടും ഡയറക്ടറീസ്, പിന്നെ ഏറ്റവും അവസാനം ഫയൽസ് വരും. ഇതാണ് ട്രീ ഡാറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പിന്നെ എന്താ പറയാ, നമ്മളെ മീൻ ഫയൽ അല്ലെങ്കിൽ ഡയറക്ടറി സ്ട്രക്ചറിൽ, ഫയൽ സ്ട്രക്ചറിൽ നമ്മൾ ട്രീ ആണ് യൂസ് ചെയ്യുക. പിന്നെ അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു പിന്നെ കുറച്ച് യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇതേ സാധനം തന്നെയാണ്, ഇതൊക്കെ വെച്ചിട്ട് തന്നെ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിങ്ങനെ ടൈം കൺസ്ട്രെയിൻ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യൊന്നും വേണ്ട കേട്ടോ, ഞാൻ ചാനലിൽ പ്രൊമോഷൻ കൊടുത്തതൊന്നുമല്ല. ഞാൻ ആകെ ഡാറ്റ സ്ട്രക്ചേഴ്സിന്റെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമായിരിക്കും. കാരണം ലീനിയർ ഡാറ്റ സ്ട്രക്ചർ, മീൻ ലീനിയർ സെർച്ച്, ബൈനറി സെർച്ച്, സ്റ്റാക്ക്, ക്യൂ ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ഇവാലുവേഷൻ, ഈ ഡാറ്റ സ്ട്രക്ചർ, അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റ സ്ട്രക്ചറിന്റെ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ്, അതൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് നിങ്ങൾ ആരോ ഒന്ന് ഫോൺ നമ്പർ തന്നിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ അവർക്ക് കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ. പിന്നെ ആക്ച്വലി എൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ നോക്കണം. കഴിഞ്ഞ വർഷത്തെ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. എനിക്ക് തോന്നുന്നു അത് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും തോന്നുന്നു. കാരണം ഇപ്പൊ ക്ലാസ് കേട്ടാലും നിങ്ങൾ എന്തായാലും മറക്കും. അപ്പോൾ അതിൽ ആൽഗോരിതംസും കൂടെ വെച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ, സ്റ്റാക്കിൻ്റെ ക്യൂവിൻ്റെ ഒക്കെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും അത് ചെയ്യാൻ. അപ്പൊ ഇത്രയാണ് ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഇനി ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഓരോ ബുക്കിലും ഉള്ളത് മെയിൻ ആയിട്ട്. അപ്പൊ കുറേ ടൈപ്പ് ഓഫ് ട്രീസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഗ്രാഫ് ഉണ്ട്, ഗ്രാഫ് കുറച്ചേ ഉള്ളൂ. ട്രീസിന്റെ കുറേ ടൈപ്സ് പഠിക്കാനുണ്ട്. അതിന്നാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ വരാറും. നമുക്ക് ഓരോന്നോരോന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇനി ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ലിങ്ക്ഡ് ലിസ്റ്റ്. പിന്നെ ഇതിന്റെ കൺസെപ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ അതിന്റെ കോഡ് എഴുതാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ട്രക്ചർ. എന്നാലും ഞാൻ പറഞ്ഞു, സ്ട്രക്ചർ എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് കറക്റ്റ് ആവണം. സ്ട്രക്ചറും അതുപോലെ പോയിന്റേഴ്സും, അത് രണ്ടും മനസ്സിലാവാത്തത് കൊണ്ടാണ് കുട്ടികൾക്ക് ഇത് മനസ്സിലാവാത്തത്. അപ്പോൾ തിയറി ഏതായാലും നമുക്ക് പറയാം. കോഡ് ഞാൻ നേരിട്ട് കണ്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്യായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നല്ലാത്ത കേസിൽ തന്നെ ഇത് കുട്ടികൾക്ക് ദഹിക്കാറില്ല അത്. അപ്പൊ ലിങ്ക്ഡ് ലിസ്റ്റ് പറഞ്ഞാൽ ഇറ്റ്സ് എ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. ലീനിയർ ഇൻ ദ സെൻസ് നമ്മൾ നേരത്തെ കണ്ടു ട്രീയും ഗ്രാഫും നോൺ ലീനിയറിന്റെ എക്സാമ്പിൾ ആണ്. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ കണ്ടു, കാരണം ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ആണ് ഉണ്ടാവുക. ഇത് ലീനിയർ എന്ന് പറഞ്ഞാൽ ഒന്നിങ്ങനെ ഒന്നില് അടുത്തയിലേക്ക് ഇങ്ങനെ ഈ ഒരു കേസ് വരുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം നോഡ്സ് മേക്കപ്പ്. ഈ ഓരോ നോഡ്, പിന്നെ ഈ വാല്യൂവിനും ഈ പെട്ടിക്ക് പറയുന്ന പേരാണ് നോഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പെട്ടി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒന്നും നമ്മുടെ സിസ്റ്റത്തിനുള്ളിൽ ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇത് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വരച്ച് കാണിക്കുന്നത്. അതായത് നോഡ് കൺസിസ്റ്റ് ഓഫ് പിന്നെ വാല്യൂ ഉണ്ടാവും, അതായത് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട വാല്യൂവും അതിൻ്റെ കൂടെ തന്നെ ഒരു അഡ്രസ് പാർട്ടും ഉണ്ടാവും.
ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ എന്നത് ഇസ് യൂസിങ് ദ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഓരോ നോഡിനെയും നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇതിൽ കൊടുത്തിട്ടില്ലേ? ഇതാ നിങ്ങൾ കണ്ട നോഡില്ലേ, ആ നോഡിനെ ഉണ്ടാക്കാനുള്ള ഒരു ഡെഫിനീഷൻ, അതിൻ്റെ ഒരു ഡാറ്റ ടൈപ്പ് ഡെഫിനീഷൻ ആണ് ഈ പറഞ്ഞ സാധനം. ഒരു സ്ട്രക്ചർ വെച്ചിട്ട് സ്ട്രക്ട് നോഡ്, ഇനി അതിൽ എന്തൊക്കെയാണ് വേണ്ടത്? ഒരു ഡാറ്റ പാർട്ടും വേണം, ഒരു അഡ്രസ് പാർട്ടും വേണം. ആ അഡ്രസ് പാർട്ട് എങ്ങനെ കൊടുക്കുക? നോഡ് സ്റ്റാർ നെക്സ്റ്റ്. അതായത് ഒരു ഡാറ്റ ഉണ്ട്, പിന്നെ നെക്സ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പോയിന്റർ വിച്ച് ഇസ് പോയിന്റിങ് ടു അനദർ നോഡ്. നമ്മൾ നോർമലി പോയിന്റർ എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് സീല് വരുന്നതാണ്. അതും കൂടെ പറയാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ അതൊന്ന് വായിക്കണം, അറിയാത്ത ആൾക്കാർ. പോയിന്റേഴ്സ് ഇൻ സി അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം, എന്നാലേ നിങ്ങൾക്ക് ഇത് ഈസി ആവുള്ളൂ. ഇത് പറയുന്നതെന്ന് വെച്ചാൽ സ്റ്റാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പോയിന്ററിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു അഡ്രസ് പാർട്ടിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എ നോഡ് കൺസിസ്റ്റ് ഓഫ് എ ഡാറ്റ പാർട്ട് ആൻഡ് എ പോയിന്റർ പാർട്ട് വിച്ച് ഇസ് പോയിന്റിങ് ടു അനദർ നോഡ്. എന്തിനെയാണോ നിങ്ങൾ പോയിന്റ് ചെയ്യുന്നത് ആ ഡാറ്റ ടൈപ്പ് ആണ് ഇവിടെ കൊടുക്കുക. നോഡ് എന്ന് പറഞ്ഞാൽ ഈ നോഡിൽ ഇതുപോലെയുള്ള വേറൊരു നോഡിലേക്കാണ് നിങ്ങൾ പോയിന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നോഡ് സ്റ്റാർ നെക്സ്റ്റ് എന്ന് പറയാം. നിങ്ങളിപ്പോ ഉണ്ടാക്കുന്ന പോയിന്റർ പിന്നെ ഒരു ഒരു ഇൻഡിജറിലേക്കാണ് നിങ്ങൾ പോയിന്റ് ചെയ്യുന്നതെങ്കിൽ ഇൻഡ് സ്റ്റാർ നെക്സ്റ്റ് അങ്ങനെയായിരുന്നു പറയാം. ഇത് നിങ്ങൾ പോയിന്റ് ചെയ്യുന്നത്, നെക്സ്റ്റ് പറഞ്ഞ പോയിന്റർ പോയിന്റ് ചെയ്യുന്നത് ഒരു അനദർ നോഡിലേക്കാണ്. സോ വി ക്യാൻ സേ ഇറ്റ് ആസ് നോഡ് സ്റ്റാർ നെക്സ്റ്റ്. ഇനി എന്താണ് അതിന്റെ, ഇതിപ്പോ ഒരു ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം നമ്മൾ പിന്നെ അതിന്റെ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യും. സ്റ്റാർട്ട് പറഞ്ഞത് ഒരു പിന്നെ ഒരു പോയിന്റർ ആണ്, ഒരു വേരിയബിൾ ആണ്. ആൻഡ് ഇറ്റ് ഇസ് നൾ എന്ന് പറഞ്ഞിട്ട് ബിഗിൻ ഒരു ഇനിഷ്യലൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി. ഇനി എങ്ങനെയാണ് ഈ ഓരോ നോഡുകൾ നമ്മൾ ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഈ ഓരോ നോഡിനെയും ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ വാല്യൂ പാർട്ട് ആൻഡ് അഡ്രസ് പാർട്ട്. ആൻഡ് ദിസ് അഡ്രസ് പാർട്ടിൽ എന്താ ഉണ്ടാവുക? ഇതിന്റെ അഡ്രസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. അറേസും ലിങ്ക്ഡ് ലിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞത്. ഫിക്സഡ് സൈസ്ഡ് ആണ്, ഡൈനാമിക് സൈസ്ഡ് ആണ്. അതായത് നമ്മൾ കമ്പൈൽ ടൈമിൽ തന്നെ അതിന്റെ സൈസ് പറഞ്ഞു കൊടുക്കണം. ഇതിനങ്ങനെ വേണ്ട. ഓരോ പ്രാവശ്യം റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമേ മെമ്മറി അലോക്കേറ്റ് ചെയ്യുള്ളൂ. ഇൻസേർഷനും ഡിലീഷനും പിന്നെ ബുദ്ധിമുട്ടാണ്, ബിക്കോസ് ഷിഫ്റ്റിംഗ് ഈസ് റിക്വയർഡ്. പക്ഷേ ഇൻസേർഷനും ഡിലീഷനും എഫിഷ്യൻ്റ് ആണ്, പക്ഷെ പ്രോഗ്രാം എഴുതുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. റാൻഡം ആക്സസ് പോസിബിൾ ആണ്, കാരണം ഇന്നലെ നമ്മൾ പറഞ്ഞു അരയിലുള്ള എലമെന്റ്സിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഇൻഡെക്സിങ് ഉപയോഗിച്ചിട്ടാണ്. അതായത് 4ാമത്തെ വാല്യൂവിനെ നമ്മൾ ആക്സസ് ചെയ്യുക A3, 10ാമത്തതാണെങ്കിൽ A9. ഇങ്ങനെയാണ് നമ്മൾ ആക്സസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ റാൻഡം ആക്സസ് ഇസ് പോസിബിൾ. പക്ഷേ ലിങ്ക്ഡ് ലിസ്റ്റിൽ റാൻഡം ആക്സസ് പോസിബിൾ അല്ല. നമ്മൾ ഒരു വാല്യൂവിനെ നമ്മൾ ആക്സസ് ചെയ്യണമെങ്കിൽ, ഈ ഡീനെ നമ്മൾ ആക്സസ് ചെയ്യണമെങ്കിൽ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി ഇവിടെ എത്ത് മാത്രമേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ ലിങ്ക്ഡ് ലിസ്റ്റിൽ റാൻഡം ആക്സസ് ഇസ് നോട്ട് പോസിബിൾ. പിന്നെ മെമ്മറി വേസ്റ്റേജ് ഇസ് നോട്ട് ദെയർ ഇഫ് ദ അറേ ഇസ് ഫുൾ. വേസ്റ്റേജ് ഉണ്ടാവും എപ്പോന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ സ്പാർസ് മെട്രിക്സിന്റെ കേസിലൊക്കെ ഒരു A100 നമ്മൾ കൊടുത്തു, പക്ഷേ പിന്നെ അതിൽ ഒരു 98 നമ്മൾ യൂസ് ചെയ്യണില്ല. ആകെ ഒരു 2 എലമെന്റ്സ് മാത്രമേ നമ്മൾ സ്റ്റോർ ചെയ്യുള്ളൂ എങ്കിൽ വേസ്റ്റേജ് ഓഫ് മെമ്മറി ഉണ്ടാവും. പക്ഷെ അത് ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മെമ്മറി വേസ്റ്റേജ് ഉണ്ടാവില്ല. ഇവിടെയും മെമ്മറി ലോസ് ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ആവശ്യം വരുന്ന സമയത്ത് മാത്രമേ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ സീക്വൻഷ്യൽ ആക്സസ് ഇസ് സ്ലോ, പിന്നെ സീക്വൻഷ്യൽ ആക്സസ് ഇസ് ഫാസ്റ്റർ. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഇത് മാത്രമല്ല കേട്ടോ ഉള്ളത്,
സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്, ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്, സർക്കുലർലി ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്, സർക്കുലർലി ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്. 4 ടൈപ്പാണ് മെയിൻ ആയിട്ടുള്ളത്. സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. അതായത് ഓരോ നോഡിലും ഒരു വാല്യൂ പാർട്ടും ഒരു അഡ്രസ് പാർട്ടും. ഈ ഒരു കേസ് ഇത് സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. അതിൽ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ആണെങ്കിൽ 2 അഡ്രസ് പാർട്ടും ഒരു ഡാറ്റ പാർട്ടുമാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റിനുള്ള എക്സാമ്പിൾ ആണ്. അതിൻ്റെ ഓപ്പറേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രിയേഷൻ, ഇൻസേർഷൻ, ഡിലീഷൻ, സെർച്ചിങ്, ട്രാവേഴ്സൽ, മെർജിങ് ഉണ്ട്, സോർട്ടിങ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇതിൻ്റെ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് അതിനൊരു നോഡ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ പിന്നെ ഇതിപ്പോൾ ഒരു സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് ഇതുപോലുള്ളൊരു നോഡ് നമുക്ക് ഉണ്ടാക്കണം. ഇങ്ങനെ ഒരു നോഡ് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള അതിൻ്റെ കോഡാണിത്. ഇത് പക്ഷേ CPP-യിലുള്ള കോഡാണ്. CPP ഓർ ജാവ. ഓക്കെ, ഇത് വേണ്ട, കോഡ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കോഡ് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ആദ്യം നമ്മൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. അതായത് ഇൻഡ് ഡാറ്റ, ഓക്കെ, സ്ട്രക്ചർ നോഡ് സ്റ്റാർ നെക്സ്റ്റ്, ഓക്കെ, എന്നിട്ട് ഒരു ഇതുണ്ടാക്കി. അതിനുശേഷം നമ്മൾ ഒരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു നള്ള് പറഞ്ഞിട്ട് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. ഈ സ്റ്റാർട്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു, അതായത് ഈ എൻ്റർ ലിങ്ക്ഡ് ലിസ്റ്റിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ ഒരൊറ്റ പിന്നെ പോയിന്റർ മാത്രമേ ഉള്ളൂ. ആ പോയിന്റർ എപ്പോഴും, അപ്പം ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾ നോക്കാം, ഇങ്ങനെ ഇതാണ് സ്റ്റാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് നമ്മൾ സ്റ്റാർട്ട് എന്നാണ് പറയുക ഈ പോയിന്ററിന്. ഈ പോയിന്റർ എപ്പോഴും ഈ ഫസ്റ്റത്തെ നോഡിലേക്ക് പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ മുതലാണ് ഏത് ഓപ്പറേഷൻസും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റാർട്ട് പറഞ്ഞൊരു പോയിന്റർ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. അതിന് വേണ്ടിയിട്ടുള്ളതാ ഇത്. നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ ഒരു സ്റ്റാർട്ട് സീക്വൽ നള്ള് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കോഡ് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഈ ഒരു കോഡിന് പകരം പിന്നെ ഒരു ക്രിയേറ്റ് നോഡ് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ, നിങ്ങൾ ഇതൊക്കെ ഫംഗ്ഷൻ ആക്കിയിട്ടാട്ടോ എഴുതുക. ക്രിയേറ്റ് നോഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതി അതിൽ നമ്മൾ സ്ട്രക്ചർ നോഡ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു നോഡ് ഉണ്ടാക്കുകയാണ്. സ്ട്രക്ചർ നോഡ് സ്റ്റാർ malloc size of, അവിടെ സ്പേസ് ഇല്ല, ഇതാണ് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള കോഡ്. ഡൈനാമിക് മെമ്മറി അലോക്കേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് മാലോക്. ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ സൈസ് ഓഫ് ഈ സ്ട്രക്ചറിന്റെ അത്രയും സൈസിലുള്ള ഒരു നോഡ് ഉണ്ടാക്കാനാണ് നമ്മളിവിടെ പറഞ്ഞത്. അത്രയും മെമ്മറി അലോക്കേറ്റ് ചെയ്യുക, ഇത്രയും ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യാം. അലോക്കേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു അഡ്രസ്സ് ഈ എന്നിലേക്ക് കീപ്പ് ചെയ്യാം. അപ്പം എന്തായി, ഇങ്ങനത്തെ ഒരു പെട്ടി ഉണ്ടാവും, ഈ ഒരു പെട്ടി. അതിൽ വാല്യൂസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതായത് 2 കോളംസ് ഉള്ള ഒരു ഇങ്ങനെ ഒരു നോഡ് ഉണ്ടായി എന്ന് വെച്ചോ. ഇതിൽ വാല്യൂ ഉണ്ടാവില്ല, ഇതിലും വാല്യൂ ഉണ്ടാവില്ല. അതിലെ വാല്യൂ നമ്മൾ ഇനി സെറ്റ് ചെയ്യാൻ പോവാണ്. അത് സെറ്റ് ചെയ്യാനുള്ള പിന്നെ എൻ ആരോ ഇങ്ങനെയാണ് എഴുതുക. ഒരു ഹൈഫൺ ഇട്ടിട്ട് ഒരു ഗ്രേറ്റർ ദാൻ സൈൻ കൊടുക്കുക. എൻ ആരോ ഡാറ്റ ഇസ് ഈക്വൽ ടു പിന്നെ ഒരു വാല്യൂ.
അത് നിങ്ങൾ റീഡ് ചെയ്തെടുക്കണം. എന്താണെന്ന് ഇപ്പോൾ ഞാൻ പറയുന്നില്ല, ഞാൻ കോഡ് തരുമ്പോൾ കാണിച്ചു തരാം. എൻ ആരോ ഡാറ്റ ഇസ് ഈക്വൽ ടു വാല്യൂ. എൻ ആരോ നെക്സ്റ്റ് പാർട്ട് എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് പാർട്ട് നമുക്ക് തൽക്കാലം നള്ള് കൊടുക്കാം. അപ്പം ഇത്രയുമാണ് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനം. ഇത് ചെയ്താൽ മാത്രം പോരാ. എന്നിട്ട് സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു n. ഈ സ്റ്റാർട്ട് ഷുഡ് ബി പോയിന്റ് ടു ദ പുതിയ നോഡ്. ഈ നോഡിലേക്ക് സ്റ്റാർട്ടിനെ നമുക്ക് പോയിന്റ് ചെയ്യിക്കണം. ഇപ്പൊ എന്താ സംഭവിച്ചത്? നമ്മള് വരച്ചു തരാം. നമുക്ക് വരച്ചു തരാൻ ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാലോക് സൈസ് ഓഫ് സ്ട്രക്ട് നോഡ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായി. എന്നിട്ട് ഇത് ഇങ്ങനെ ഒരു നോഡ് ഉണ്ടായി. എന്നിട്ട് ഇതിന്റെ പേരാണ് n. ഇതിന്റെ പേര് n എന്ന് കൊടുത്തു. ഇനി ഇതിൽ വാല്യൂസ് ഒന്നും ഇല്ല കേട്ടോ. ഇനി n ആരോ ഡാറ്റ, ഇങ്ങനെ ഒരു കോഡ് കൊടുക്കണില്ലേ? n ആരോ ഡാറ്റ ഇസ് ഈക്വൽ ടു വാല്യൂ എന്ന് കൊടുക്കുമ്പോൾ എന്തായി? ഇതിനുള്ളിൽ ഇത് ഇവിടെയാണ് n ആരോ ഡാറ്റ പറഞ്ഞത്. ഫസ്റ്റത്തെ പോർഷൻ ആണ് n ആരോ ഡാറ്റ പറഞ്ഞത്. അവിടെ നിങ്ങളൊരു വാല്യൂ കൊടുത്തു 12. ഇനി അടുത്തത് എന്താണ് പറഞ്ഞത്? n ആരോ നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു നള്ള് അല്ലേ? അപ്പോ ഇങ്ങനെ ഒരു നോഡ് ഉണ്ടായി. ഇനി പറയുന്നത് എന്താന്ന് വെച്ചാല് സ്റ്റാർട്ടിനെ ഇങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യിക്കണം. സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു n. അങ്ങനെ പറയുമ്പോൾ സ്റ്റാർട്ട് പറഞ്ഞ പോയിന്റ് വിൽ പോയിന്റ് ടു ദിസ്. അതായത് സ്റ്റാർട്ടിന്റെ ഉള്ളിൽ ഉണ്ടാവുക എന്നിന്റെ അഡ്രസ് ആണ്. അതിപ്പോ n എന്ന് പറഞ്ഞത് സപ്പോസ് ഒരു 100th ലൊക്കേഷൻ, അതായത് 1 or 2 എന്ന് പറഞ്ഞൊരു ലൊക്കേഷനിലാണ് ഈ n സേവ് ചെയ്തതെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റാർട്ട് പറഞ്ഞത് ഇറ്റ്സ് എ പോയിന്റർ ആണ്. അതിന്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? സ്റ്റാർട്ടിന്റെ ഉള്ളിൽ 102 പറഞ്ഞ വാല്യൂ ഉണ്ടാവും. ഇതിന്റെ ഉള്ളിൽ സ്റ്റാർട്ടിന്റെ ഉള്ളിലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 102 ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് പോയിന്റിങ് ടു ദിസ് നോഡ്. അപ്പോൾ ഒരു നോഡ് ക്രിയേറ്റ് ആയി. ഇങ്ങനെയാണ് ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഹലോ, ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യൂ. ഇത് മനീഷ പറഞ്ഞത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ മനീഷയാണോ? അതെ അതെ അതെ. അല്ലെങ്കിൽ പുതിയ? അല്ല പഴയ ആളന്നെ. ഓക്കെ. പിന്നെ അപ്പോ ബാക്കി പുതിയ ആൾക്കാർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ലിങ്ക്ഡ് ലിസ്റ്റ് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാവാനില്ല. പക്ഷെ ഇതിനേക്കാളും അപ്പുറത്തേക്ക് ഇനിയിപ്പോ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയൂല. നിങ്ങളെ കാണാതെ ഇപ്പൊ ഞാൻ എങ്ങനെ അത് ചെയ്യാം? അപ്പൊ ഇങ്ങനെയാണ് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കാം ഇപ്പൊ തൽക്കാലം. അതായത് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കോഡ് എഴുതി, അതിനുശേഷം അതിന്റെ ഓരോ പൊസിഷനിലേക്കും നമ്മൾ വാല്യൂ എൻട്രി ചെയ്തു. അതായത് n ആരോ ഡാറ്റ ഇസ് ഈക്വൽ ടു വാല്യൂ കൊടുത്തു, n ആരോ നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു നള്ള് കൊടുത്തു. ഇങ്ങനെ ഇപ്പൊ പുതിയൊരു നോഡ് ഉണ്ടായി. ഇനി ഇതിലെ 3 കേസസ് ഉണ്ട്. ഞാനിങ്ങനെ പറഞ്ഞിരുന്നത് നോക്കട്ടെ, നല്ല വീഡിയോസ്. Hi friends, in this video we are going to learn how to insert a node. ഇത് നിങ്ങൾക്ക് കാണുന്നില്ലേ ഈ വീഡിയോ? കാണുന്നുണ്ട്. ഇത് ഞാൻ എന്നാ പ്ലേ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും ആനിമേഷൻ ആവുമ്പോൾ. ഇത് കേൾക്കുന്നില്ലേ?
കേൾക്കാൻ പറ്റുന്നില്ലേ? സൗണ്ട് വരുന്നുണ്ടോ? വീഡിയോന്റെ സൗണ്ട് വരുന്നില്ലല്ലോ. ഇപ്പൊ വരുന്നില്ലേ സൗണ്ട്? ഇല്ല. സൗണ്ട് വരില്ലല്ലേ? നിങ്ങൾ എന്നാലേ ഈ ഒരു ചാനൽ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ലോഗ് 2 ബേസ് 2. അത് നല്ല ആനിമേഷൻസ് ആണ് അതിലുള്ളത്. ലോഗ് 2 ബേസ് 2 കേട്ടോ. ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഞാൻ എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അതായത് ഇതാണ് ഇതിന്റെ കോഡ്. ഇങ്ങനെ ഒരു പുതിയൊരു കോഡ് ഉണ്ടാക്കാനുള്ളതാ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു. അതായത് എംഎലോക്ക് സൈസ് ഓഫ് സ്ട്രക്ട് നോഡ് കൊടുത്തു. പുതിയൊരു നോഡ് ഉണ്ടായി 1024 എന്ന് പറഞ്ഞ പൊസിഷനിൽ. പിന്നെ അതിനുശേഷം പിന്നെ അതിന്റെ ഡാറ്റ പാർട്ടിൽ വാല്യൂ സെറ്റ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് പാർട്ടിൽ അഡ്രസ് പാർട്ടിൽ നമ്മൾ പിന്നെ ഹെഡ് ഈക്വൽ നള്ളാണ്, അല്ലെങ്കിൽ നള്ള് കൊടുത്തു. ഹെഡ് എന്ന് കൊടുക്കണ്ട, എന്നാരോ നെക്സ്റ്റ് ഈക്വൽ ടു നള്ള് കൊടുത്തു. ഇത്രയാണ് ഒരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള. പിന്നെ ഇത് ഇങ്ങനെയാണ് ഒരു നോഡ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റാർട്ട് സിയുൽ എൻ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പം ആ ഹെഡിലേക്ക്, ആ പോയിന്ററിലേക്ക് എന്തുണ്ടായി, ഒരു 1024 എന്ന് പറഞ്ഞ അഡ്രസ്സ് കീപ്പ് ചെയ്തു. അപ്പൊ ഇത്രയാണ് ഒരു നോഡ് ഉണ്ടാക്കുക. ഇനി അടുത്ത നോഡ്, അതായത് ഫസ്റ്റ് പൊസിഷനിലേക്ക്. ഇപ്പോൾ ഇതാണ് നമ്മുടെ നോഡ്. ഇനി നമുക്ക് ഇതിന്റെ മുന്നിലേക്ക് ഒരു നോഡ് ഉണ്ടാക്കണം. അതായത് 3 രീതിയിൽ പിന്നെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് പിന്നെ ഇൻസേർട്ട് അറ്റ് ദ ഫസ്റ്റ് ഓർ ബിഗിനിങ്ങിലേക്ക് കൊടുക്കാം, ഇൻസേർട്ട് അറ്റ് ദ ലാസ്റ്റ്, ഇൻസേർട്ട് മിഡിൽ. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് നോഡിനെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത് ഇൻസേർട്ട് അറ്റ് ദ ബിഗിനിങ് ആണ് പറയുന്നത്. അതായത് 10 എന്ന് പറഞ്ഞത് ഓൾറെഡി ഉള്ള ഒരു മിനിറ്റ്, ഞാൻ ചാർജർ ഒന്ന് കണക്ട് ചെയ്യട്ടെ. ഓക്കെ. ഇത് ഇനി നമ്മൾ ആ മാലോക് സൈസ് ഓഫ് സ്ട്രക്ട് നോഡ് എന്ന് പറഞ്ഞ ആ സെയിം സാധനം യൂസ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഒരു നോഡും കൂടെ ഉണ്ടാക്കി ആ നോഡിനെ നമ്മൾ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക ചെയ്യുന്നത്, അതായത് ഇതിന്റെ മുന്നിലേക്ക്. അപ്പൊ എങ്ങനെയാ വേണ്ടത്? പിന്നെ ഒരു നോഡ് ഉണ്ടാക്കി അതിലേക്ക് വാല്യൂ സെറ്റ് ചെയ്തു. അതിന്റെ അഡ്രസ് പാർട്ട് ഷുഡ് ബി ഈക്വൽ ടു ഇതിന്റെ അഡ്രസ്സ് ഇതിലേക്ക് കോപ്പി ചെയ്യാം. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം. പുതുതായിട്ട് ഉണ്ടാക്കിയ നോഡിന്റെ അഡ്രസ് പാർട്ട്, അതായത് എൻ ആരോ നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു ഇതിന്റെ അഡ്രസ്സ് ഹെഡ്, ഇത് കോപ്പി ചെയ്യുക. അല്ലെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ സ്റ്റാർട്ട് കേട്ടോ. എൻ ആരോ നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇവിടെ ഉണ്ടായി. കേട്ടോ, അങ്ങനെ ഒരു ആരോ മാർക്ക് ഉണ്ടായി. അതിനുശേഷം എന്ത് ചെയ്യണം? ഇതാണ് ഫസ്റ്റത്തെ നോഡ്. അപ്പം അതിനെ ഇങ്ങോട്ടേക്ക് മാറ്റി. അതാണ് ഹെഡ് ഇസ് ഈക്വൽ ടു എൻ. അപ്പോൾ ഇതിന്റെ വാല്യൂ മാറി, 1024 മാറിയിട്ട് 2024 ആയി. ഇപ്പൊ ഇതാണ് ഇൻസേർട്ട് അറ്റ് ദ ബിഗിനിങ്. കണ്ടോ, പുതിയ നോഡ് ഉണ്ടായി, വാല്യൂ കൊടുത്തു, ഇതിന്റെ അഡ്രസ്സ് ഇവിടേക്ക് കോപ്പി ചെയ്തു. അപ്പൊ ഇവിടെ ലിങ്ക് ഉണ്ടായി. അതിനുശേഷം ഇതിനെ ഇങ്ങോട്ടേക്ക് മാറ്റി. ഓക്കെ, ഇതാണ് ഇൻസേർട്ട് അറ്റ് ദ ഫസ്റ്റ്. ഇൻസേർട്ട് നോഡ് അറ്റ് ദ ബിഗിനിങ്. അത് നിങ്ങൾക്ക് മനസ്സിലായോ?
പുതുതായിട്ട് ക്ലാസ് കേൾക്കുന്ന ആൾക്കാരൊന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഉപകാരമായിരുന്നു. ഒരു ലിങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഒരു നോഡ് സ്ട്രക്ചർ വെച്ചിട്ട് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു. അതിൽ വാല്യൂസ് ഒന്നുമില്ല. അതിനുശേഷം ഡാറ്റ പാർട്ടിലേക്ക് നമ്മൾ വാല്യൂ കൊടുത്തു. പിന്നെ അഡ്രസ് പാർട്ട് നള്ള് സെറ്റ് ചെയ്തു. അതിനുശേഷം ഒരു നോഡും കൂടി അടുത്തത് നമ്മൾ ഉണ്ടാക്കും. ഇങ്ങനെ നോഡ് ഉണ്ടാക്കി. ഇത് ലാസ്റ്റ് ആണ്, ഇൻസേർട്ട് അറ്റ് ദ ലാസ്റ്റ്. അതിലേക്ക് വാല്യൂ കൊടുത്തു. അതിന്റെ അഡ്രസ് പാർട്ട് നള്ളാക്കി. ഇനി വേണ്ടത് ഇത് രണ്ടും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടാക്കണം. അതായത് ഇതിന്റെ അഡ്രസ്സ് ഇവിടേക്ക് കോപ്പി ചെയ്യാം. അപ്പോൾ ഇതിന്റെ അഡ്രസ്സ് പാർട്ടിലേക്ക് ഇതിന്റെ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക് ആയി. അടുത്ത നോഡ് ഉണ്ടാക്കി, വാല്യൂ കൊടുത്തു, അഡ്രസ് പാർട്ട് നള്ളാക്കി. 400 is copied into this. ഇവിടേക്ക് കോപ്പി ചെയ്തപ്പോൾ അതവിടെ ലിങ്ക് ആയി. ഇങ്ങനെയാണ് നോഡ് ഉണ്ടാക്കുക. അതായത് ഇൻസേർട്ട് അറ്റ് ദ ലാസ്റ്റ്, ഇൻസേർട്ടിങ് ടു ദ ലാസ്റ്റ്. നേരത്തെ നമ്മൾ കണ്ടത് ഇൻസേർട്ട് അറ്റ് ദ ബിഗിനിങ്. ഇത് നമ്മൾ ചിത്രത്തിൽ കാണുന്ന അത്ര എളുപ്പമായിരിക്കില്ല ചിലപ്പോൾ കോഡ് എഴുതുമ്പോൾ. പക്ഷെ ഞാൻ അതിന്റെ അൽഗോരിതം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് 3 രീതിയിൽ എഴുതുന്നത് പറഞ്ഞു. ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വി ഹാവ് ടു എന്താ പറയാ, അലോക്കേറ്റ് ദ മെമ്മറി ഫോർ എ ന്യൂ നോഡ്. ഒരു പുതിയ നോഡിന് വേണ്ടിയിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. അതിനുശേഷം അതിന്റെ ഡാറ്റ പാർട്ടിലേക്ക്, ആ പുതിയ നോഡിന്റെ ഡാറ്റ പാർട്ടിലേക്ക് നമ്മൾ വാല്യൂ സെറ്റ് ചെയ്തു. അഡ്രസ് പാർട്ടിലേക്ക് നള്ളും സെറ്റ് ചെയ്തു. ഇത്രയും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ നോഡ് ഹാസ് ബീൻ ക്രിയേറ്റഡ് വിച്ച് ഇസ് കോൾഡ് n ആണെന്ന് വെച്ചു. ആൻഡ് എ പോയിന്റർ സ്റ്റാർട്ട് ഇസ് സെറ്റ് ആസ് സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു n എന്നും കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആയി. ഒരു പുതിയ നോഡ് ഉണ്ടായി. അതിലേക്ക് അതിനെ നമ്മൾ സ്റ്റാർട്ട് കൊണ്ട് പോയിന്റ് ചെയ്യിച്ചു. ഇത്രയും കഴിഞ്ഞാൽ ഒരു നോഡ് ഉണ്ടായി. ഇനി രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. ലാസ്റ്റിലേക്ക് പറഞ്ഞാൽ ഇത് ഒരു നോഡാണെങ്കിൽ അതിന് ശേഷം ഒരു പുതിയ നോഡ് ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ പിന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ നോഡ് ഉണ്ടാക്കി, അതിലേക്ക് വാല്യൂ കൊടുത്തു, അതിന്റെ അഡ്രസ് പാർട്ട് നള്ളാക്കി. അതിനുശേഷം പുതുതായിട്ട് ഉണ്ടായ നോഡിന്റെ അഡ്രസ് ഹാസ് ബീൻ കോപ്പീഡ് ഇൻ ടു പ്രീവിയസ് നോഡിന്റെ അഡ്രസ് പാർട്ടിലേക്ക് നമ്മൾ കോപ്പി ചെയ്തു. അപ്പൊ എന്തായി, അവിടെ ലിങ്ക് ഹാസ് ബീൻ ക്രിയേറ്റഡ് ബിറ്റ്വീൻ ദീസ് ടു. ഇതാണ് ഇൻസേർട്ട് അറ്റ് ദ ലാസ്റ്റ്. ഇനി ഇൻസേർട്ട് അറ്റ് ദ ബിഗിനിങ് ആണെങ്കിൽ ഇതിന്റെ മുന്നിലേക്കാണ് നമുക്കൊരു ഡാറ്റ ഉണ്ടാക്കേണ്ടത് എങ്കിൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്തു, അതിന്റെ ഡാറ്റ പാർട്ട് സെറ്റ് ചെയ്തു. പക്ഷേ അഡ്രസ് പാർട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ആ പുതിയ നോഡിന്റെ അഡ്രസ് പാർട്ട് ഷുഡ് ബി പിന്നെ അതിന്റെ അഡ്രസ് പാർട്ടിൽ ഉണ്ടാവേണ്ടത് ഈ സ്റ്റാർട്ട് ഇസ് കോപ്പി ടു അതിലേക്ക് n ആരോ നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു സ്റ്റാർട്ട്. അതായത് പുതുതായിട്ട് ഉണ്ടാക്കിയ നോഡിന്റെ അഡ്രസ് പാർട്ടിൽ സ്റ്റാർട്ടിന്റെ അഡ്രസ്സ് കൊടുക്കുക. അപ്പൊ എന്തായി, അത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലിങ്ക് ആയി. അതിനുശേഷം ഈ സ്റ്റാർട്ട് ഇവിടേക്ക് മാറ്റി, സ്റ്റാർട്ട് ഇസ് ഈക്വൽ n ആക്കി. അപ്പൊ അതെന്തായി, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്യും. ഇങ്ങനെ 2 കേസായി. ഇനി മൂന്നാമത്തെ കേസ് പറഞ്ഞാല് ഇൻസേർട്ട് ഇൻ ദ മിഡിൽ. ഇത് അവസാനമല്ല ആദ്യവുമല്ല. അങ്ങനെയാണെങ്കിൽ അതായത് 65-ന് ശേഷമാണ് നിങ്ങൾക്ക് 65-നും 45-നും ഇടയ്ക്ക് നിങ്ങൾക്ക് പുതിയൊരു നോഡ് ഉണ്ടാക്കണം എന്ന് വെച്ചോ, ഒരു 35 എന്നൊരു നോഡ് ഉണ്ടാക്കണം എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഈ പറഞ്ഞ പോലെ പുതിയൊരു നോഡ് ഉണ്ടാക്കി അതിന്റെ വാല്യൂ 35 കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യണം, ഈ 65 ഷുഡ് പോയിന്റ് ടു ഈ പുതിയ നോഡ് ഷുഡ് പോയിന്റ് ടു 45. ഈ ഒരു പർട്ടിക്കുലർ കേസ് ഒഴിവാക്കിയിട്ട്, ഈ ഒരു പർട്ടിക്കുലർ ലിങ്ക് ഒഴിവാക്കിയിട്ട് ഇതിന്റെ നടുവിലേക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഒരു പോയിന്റ് ഉണ്ടാക്കി. അങ്ങനെ ഒരു കേസ് ഇതിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക് കേട്ടോ. ഇത് കോഡ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പൊ തൽക്കാലം നമുക്ക് നോക്കണ്ട. കോഡ് ഞാൻ നിങ്ങൾക്ക് തരാം. വീഡിയോ ഉണ്ടോ നോക്കാമോ? ഇൻസേർഷൻ ഇൻ ദ മിഡിൽ.
കുറച്ച് ബുദ്ധിമുട്ടാണ്. വേണമെന്നില്ല, ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ചു തരാം. വരുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. പ്രശ്നം. ഞാൻ വരയ്ക്കാൻ നോക്കുക. ഏതായാലും ഞാൻ വരച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ പറഞ്ഞ പോലെ ഒരു നോഡ് ഉണ്ടാക്കി. ഓക്കെ, ഇതിൽ ഒരു ആദ്യം ഇങ്ങനൊരു സാധനം കൊടുത്തു. അതിനുശേഷം നമ്മൾ വാല്യൂ എൻ്റർ ചെയ്തു. ദെൻ ഇവിടെ നള്ള് കൊടുത്തു. നള്ള് എഴുതണില്ല, എന്ന് കൊടുത്തിട്ടുള്ളൂ. നള്ള് കൊടുത്തു. പിന്നെ ഒരു സ്റ്റാർട്ട്, ഒരു പോയിന്ററിനെ ഇങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യിച്ചു. ഇതിൻ്റെ പേരാണ് സ്റ്റാർട്ട്. ഓക്കെ, ഇനി അടുത്തത് പുതിയൊരു നോഡ് ഉണ്ടാക്കി. ഇൻസേർട്ട് അറ്റ് ദ ലാസ്റ്റ് ആണിത്. ഇൻസേർട്ട് അറ്റ് ദ ലാസ്റ്റ്. ഇതിൽ ഒരു പുതിയ വാല്യൂ കൊടുത്തു. 13 എന്ന വാല്യൂ കൊടുത്തു. ദെൻ ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് നള്ളാക്കി. ഇനി ഇത് രണ്ടും തമ്മിലൊരു ലിങ്ക് ഉണ്ടാക്കണം അല്ലേ? അത് ലിങ്ക് ഉണ്ടാക്കണമെങ്കിൽ ഇത് ഒരു നേരത്തെ പറഞ്ഞ പോലെ 110 എന്ന അഡ്രസ് ലൊക്കേഷനിലാണ് ഇത് സേവ് ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിവിടെ നമുക്ക് അഡ്രസ് പാർട്ട് 110 കൊടുത്താൽ എന്തായി? ഇത് തമ്മിൽ ഒരു ലിങ്കായി. ഓക്കെ, ഇനി അടുത്തത് പുതുതായിട്ട് ഒരു നോഡും കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ആ 15 വെച്ചാൽ ഇവിടെ നള്ള് കൊടുത്തു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ അഡ്രസ് പാർട്ട് സപ്പോസ് 112 ആണെങ്കിൽ ഇവിടെ 112 കൊടുത്താൽ ഇത് തമ്മിൽ ഒരു കേസ്. ഓക്കെ, അപ്പൊ ഇത്രയായി. ഓക്കെ, ഇനി നമുക്ക് ഈ 13ന്റെയും 14ന്റെയും ഇടയിൽ there is a missing point, that is 14. So we have to add 14. അപ്പോൾ ഇൻ ദ മിഡിൽ, മൂന്നാമത്തെ കേസ് നമ്മൾ പറയണത് ഇൻസേർട്ട് അറ്റ് ദ മിഡിൽ. അപ്പോൾ പുതുതായിട്ട് ഒരു നോഡ് ഉണ്ടാക്കി. അതിന് നമ്മൾ വാല്യൂ കൊടുത്തു 14. ഇവിടെ വേണമെങ്കിൽ നള്ള് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ പുതുതായിട്ട് ഉണ്ടാക്കിയ നോഡിന് പറയുന്ന പേരാണ് n. ഈ n ആരോ നെക്സ്റ്റ്, അതായത് ഈ പോർഷൻ n ആരോ നെക്സ്റ്റ് ഇപ്പൊ n എന്നാണ് കിടക്കുന്നത്. അതിന് പകരം ഇവിടേക്ക് പോയിന്റ് ചെയ്യണം. ഇതിനെ ഇവിടേക്ക് പോയിന്റ് ചെയ്യിക്കാം. അതിന്റെ കോഡ് പോട്ടെ, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അതിപ്പോ എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ പോയിന്റ് ചെയ്യിക്കാം. അതായത് ഇതിന്റെ അഡ്രസ്സ് പറഞ്ഞാൽ 112 ആണ്. ഇങ്ങനെ പോയിന്റ് ചെയ്യിക്കുക. അതായത് എന്നില് 112 പറഞ്ഞ അഡ്രസ്സ് ഇവിടെ കോപ്പി ചെയ്യുമ്പോൾ ഇത് ഇവിടേക്ക് പോയിന്റ് ചെയ്യും.
ഇപ്പൊ ഇതും ഇങ്ങോട്ടേക്കാ പോയിന്റ് ചെയ്യുക. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു കാര്യം വേണ്ട, ഇത് ഒഴിവാക്കിയിട്ട് ഇതിനെ ഇങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യിക്കാം. ഇങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യിക്കുക പറയുമ്പം സപ്പോസ് ഇതിന്റെ അഡ്രസ്സ് ഒരു 45 ആണെന്ന് വെച്ചോ. അപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടെ നമുക്കൊരു 45 കൊടുത്താൽ കാണൂല അല്ലേ? ഇത് 45 ആണ്. ഇത് ഇറേസ് ചെയ്തിട്ട് അതവിടെ ഇറേസ് ആവും. നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ മറ്റത് ഇറേസ് ആവും. ഈ 45 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോയിന്റ്. അപ്പൊ ഇതാണ് ഇൻസേർട്ട് അറ്റ് ദ മിഡിൽ. ഇങ്ങനെ 3 തരത്തിലുള്ള ഇൻസേർഷൻ ഉണ്ട്. ഇൻസേർഷൻ അറ്റ് ദ ബിഗിനിങ്, ഇൻസേർഷൻ അറ്റ് ദ മിഡിൽ, ഇൻസേർഷൻ അറ്റ് ദ ലാസ്റ്റ്. ഇങ്ങനെ 3 തരത്തിലുള്ള ഇൻസേർഷൻസ് ഉണ്ട് ലിങ്ക്ഡ് ലിസ്റ്റില്. ഇത് ഞാൻ ഒന്നും കൂടെ പറയണോ? നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയൂ പ്ലീസ്. വേണമെന്നില്ല, മനസ്സിലായി. പറഞ്ഞോ കേൾക്കുന്നില്ല. വേണമെന്നില്ല, മനസ്സിലായി. ഓക്കെ. എന്നാലും ഞാന് ഡിലീഷൻ പറയാണ്. ഡിലീഷൻ നമുക്ക് ആനിമേഷൻ കിട്ടുമോ നോക്കാം. ഞാൻ പറയുന്നതിനേക്കാളും എളുപ്പം അതായിരിക്കും. ഓക്കെ, ഡിലീഷൻ. ലോഗ് 2 ബേസ് 2 പറഞ്ഞത് നല്ല ആനിമേറ്റഡ് വീഡിയോ ഉണ്ടാവാറുണ്ട് അതില്. അത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂട്ടോ. എല്ലാ കേസും ഉണ്ടാവില്ല, 1-2 കേസുകളെ ഉണ്ടാവുള്ളൂ. ഇത് ക്രിയേഷൻ ആണ്. പുതിയ നോഡ് ഉണ്ടാക്കി. ഇൻസേർഷൻ അറ്റ് ദ ലാസ്റ്റ് ആണിത്. പുതിയ ഓരോരോ നോഡുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഈ ടെമ്പ് പറഞ്ഞ സാധനം എന്തിനാണെന്നറിയോ? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ അത്ര എളുപ്പത്തിൽ ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അൽഗോരിതം നിങ്ങൾക്ക് എഴുതുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതായത് പിന്നെ ലാസ്റ്റ് എലമെന്റ് ഇൻ ദ ലിസ്റ്റ് ഹാവ് ടു ബി പോയിന്റ് ടു ദ ന്യൂ നോഡ് എന്നൊക്കെ നമുക്ക് പറഞ്ഞാൽ മതി. നേരത്തെ നമ്മൾ ഇൻ ദ മിഡിൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഏത് എലമെന്റിന് ശേഷമാണോ ആ എലമെന്റ്, പിന്നെ ആ എലമെന്റ് ഷുഡ് ബി പോയിന്റ് ടു ദ ന്യൂ നോഡ് ആൻഡ് ദ ന്യൂ നോഡ് ഷുഡ് ബി പോയിന്റ് ടു മെറ്റാ നോഡ് എന്നൊക്കെ നമുക്ക് അൽഗോരിതത്തിൽ നമുക്കത് പറഞ്ഞു കൊടുക്കാം. പക്ഷെ അത് ഇംപ്ലിമെന്റേഷൻ വൈസ് ആവും അത്ര ഈസി ആവില്ല. അതെന്താന്ന് വെച്ചാല് നമുക്ക് ലാസ്റ്റ് നോഡിനെ ആക്സസ് ചെയ്യാൻ ഒരു വഴിയില്ല. ലാസ്റ്റ് നോഡിലേക്ക് എത്താൻ ഒരേ ഒരു വഴിയുള്ളൂ. നോർമലി ഒരു ലിങ്ക്ഡ് ലിസ്റ്റിന് ഒരു ഫസ്റ്റത്തെ നോഡിലേക്ക് മാത്രം ഇങ്ങനെ ഒരു പോയിന്റർ ഉണ്ടാവുള്ളൂ. വേറെ ഏത് നോഡിനേക്കും നമ്മൾ ആക്സസ് പോവണമെങ്കിൽ ഈ സ്റ്റാർട്ടിങ് ഫ്രം ഇതിലൂടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ട്രാവേഴ്സ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. എന്നിട്ട് ഈ ലാസ്റ്റ് നോഡിലേക്ക് എത്തുക എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ടെമ്പ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാക്കി. ഈ ടെമ്പ് പറഞ്ഞിട്ടുള്ള ഒരു ടെമ്പററി വേരിയബിൾ ആണ്. അതും ഈ പറഞ്ഞ സ്ട്രക്ട് നോഡിന്റെ ഒരു പോയിന്റർ തന്നെയാണ്. അതിനുശേഷം ഈ പറഞ്ഞ ടെമ്പ്, ഈ ടെമ്പ് വെച്ചിട്ട് എന്ത് ചെയ്തു വെച്ചാല് ടെമ്പ് ഇസ് പോയിന്റിങ് ടു സ്റ്റാർട്ട് ഫസ്റ്റ്. അപ്പൊ ഇതിൻ്റെ ഉള്ളിലുള്ള അഡ്രസ്സ് പറഞ്ഞാൽ 60 ആയിരിക്കും ആദ്യം. അതിനുശേഷം ഇത് കണ്ടോ, നിങ്ങൾ എവിടെയെങ്കിലൊക്കെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നുണ്ടാവുക. ആദ്യത്തത് ആ 60-ലായിരുന്നു, അടുത്തത് 102-ലാണ്, ഇനി അടുത്തത് ഉണ്ടാവുക 525-ലാണ്. അപ്പൊ ഇനി ലാസ്റ്റത്തെ നോഡിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഈ ടെമ്പ് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് പോവാം. അതിന് ഇൻക്രിമെന്റ് ചെയ്യാനുള്ള കോഡ് പറഞ്ഞാൽ ടെമ്പ് ഇസ് ഈക്വൽ ടു ടെമ്പ് ആരോ നെക്സ്റ്റ് എന്നാണ് പറയും. അതായത് അങ്ങനെ ചെയ്യും. നിങ്ങൾ സാധാരണ I++ എന്നൊക്കെ പറയാറില്ലേ, അതിന് പകരം ഇവിടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഇൻക്രിമെന്റ് ചെയ്യുക എങ്ങനെയാണ്? ടെമ്പ് ഇസ് ഈക്വൽ ടു ടെമ്പ് ആരോ നെക്സ്റ്റ്. ഈ ടെമ്പാരോ നെക്സ്റ്റ് പറഞ്ഞ എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഒരു സാധനല്ലേ, ഇതിന്റെ പേര് ഇപ്പോ ടെമ്പാണ്. ഇതിന്റെ പേര് ടെമ്പാണ്. ഈ ഒരു കേസിൽ ടെമ്പാരോ ഡാറ്റ എന്ന് പറഞ്ഞാൽ 5 ആണ്, ടെമ്പാരോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ
1 or 2 ആണ്. ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ സ്ട്രക്ചർ നിങ്ങൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആ സ്ട്രക്ചറിൽ ഈ നോഡ് പറഞ്ഞ സ്ട്രക്ചറിൽ 2 വാല്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. 2 മെമ്പർ വേരിയബിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ഒന്നിന്റെ പേര് ഡാറ്റ എന്നും രണ്ടാമത്തേതിന്റെ പേര് നെക്സ്റ്റ് എന്നുമാണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഇപ്പൊ ഈ സ്ട്രക്ചറിന്റെ ഉള്ളിൽ നിങ്ങൾ ഉപയോഗിച്ച വേരിയബിളിന്റെ പേര് ഡാറ്റ എന്നല്ല, ഇൻഡ് വാൽ എന്നാണെന്ന് വെച്ചോ, VAL അല്ലെങ്കിൽ വാല്യൂ എന്നാണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഇവിടെയൊക്കെ അതിനനുസരിച്ചിട്ട് മാറും. ആരോ വാല്യൂ എന്നാണ് വരിക. ഇനിയിപ്പോ ഇതിന്റെ പേര് നിങ്ങൾ നെക്സ്റ്റ് എന്നല്ല യൂസ് ചെയ്തത്, സപ്പോസ് എന്താ പറയാ, വേറെ എന്തെങ്കിലും ഒരു പേരാണ് നിങ്ങൾ ഉപയോഗിച്ചെന്ന് വെച്ചോ, അപ്പോൾ NEX ആണ് ഉപയോഗിച്ചെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ അതിനനുസരിച്ചിട്ട് മാറ്റണം. അപ്പൊ ഇതാണ് ഇവിടെ. അപ്പോൾ ആരോ നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയാ, നെക്സ്റ്റ് ടെമ്പ് ഇസ് ഈക്വൽ ടെമ്പ് ആരോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ദിസ് വിൽ മൂവ് ടു ദിസ്. നോക്കുക, ഈ ചിത്രം നോക്കി ഉണ്ടാവും, മൂവ് ചെയ്തു. ഇനി ഒന്നും കൂടെ ചെയ്യും, ടെമ്പ് ഇസ് ഈക്വൽ ടെമ്പ് ആരോ നെക്സ്റ്റ് ഒന്നും കൂടെ പറഞ്ഞാൽ അത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് ഇങ്ങനെ വരും. എന്നിട്ട് ടെമ്പ് ആരോ നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു ഇവിടേക്ക് പോയിന്റ് ചെയ്താൽ അത് പുതിയ നോഡിലേക്ക് പോയിന്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ കോഡ് എഴുതുക ഇങ്ങനെയാണ്. നമ്മൾ കോഡ് എഴുതുന്ന സമയത്ത് നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ദ ടെമ്പ് ഷുഡ് ബി ഇൻക്രിമെന്റഡ് അപ് ടു ഏത് വരെയാണ് ഇൻക്രിമെന്റ് ചെയ്യേണ്ടത്? ടെമ്പ് ആരോ നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു നൾ ആവുന്നവരെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ലാസ്റ്റത്തെ നോഡ് വിൽ ബി നള്ളായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റത്തെ നോഡ് ആയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു മാർഗമാണ് ടെമ്പ് ആരോ നെക്സ്റ്റ് ഇസ് ഈക്വൽ നള്ളാണോ എന്ന് നോക്കിയാൽ മതി. അതിന്റെ നെക്സ്റ്റ് പാർട്ട് നള്ളാണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ദ ലാസ്റ്റ് നോഡ് ഓഫ് ദാറ്റ് ലിസ്റ്റ്. അപ്പോൾ അത് ഇങ്ങനെയാണ് ചെയ്യുക, ടെമ്പ് ആരോ നെക്സ്റ്റ് നോട്ട് ഈക്വൽ നള്ളാവുന്നവരെ, അതായത് ഈക്വൽ ടു നള്ളാവുന്നവരെ. അങ്ങനെ അല്ലെങ്കിൽ ഈക്വൽ ടു നള്ളാവുമ്പോൾ ഇത് ചെയ്യൂല. ടെമ്പാരോ നെക്സ്റ്റ് നള്ളല്ലെങ്കിൽ എന്ത് ചെയ്യുക, ടെമ്പ് ഇസ് ഈക്വൽ ടെമ്പാരോ നെക്സ്റ്റ് വരെ വരിക. അപ്പം അത് ലാസ്റ്റത്തെ നോഡ് വരെ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആനിമേഷൻസ് കണ്ടാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും ഈ സാധനം. ഇൻസേർട്ട് അറ്റ് ദ ബിഗിനിങ് നോക്കുക, ചിത്രം നോക്കുക. ഇൻസേർട്ട് അറ്റ് ദ ബിഗിനിങ്ങിന് ചെയ്തു. അപ്പോൾ പുതിയ നോഡ് ഉണ്ടാക്കിയിട്ട് സ്റ്റാർട്ടിനെ അങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്തു. ഇൻസേർട്ട് അറ്റ് ദ എൻഡ്. എൻഡ് എന്ന് പറയുമ്പോൾ ടെമ്പ് വേണ്ടി വരും, അവിടെ വരെ മൂവ് ചെയ്തിട്ട് പിന്നെ ടെമ്പ് ആരോ നെക്സ്റ്റ് ഈക്വൽ ടു പുതിയ നോഡിലേക്ക് പോയിന്റ് ചെയ്യിച്ചാൽ മതി. ഇനിയാണ് ഡിലീഷൻ. ഡിലീഷൻ അറ്റ് ദ ബിഗിനിങ്. 3 ടൈപ്പ് ഇൻസേർഷൻ നമ്മൾ പറഞ്ഞു, നിങ്ങൾ മനസ്സിലായി എന്ന് നിങ്ങൾ പറഞ്ഞു, കുഴപ്പമില്ല. ഓക്കെ, അടുത്തത് ഡിലീഷനിലേക്ക് പോവാണ്. നമുക്ക് ഫസ്റ്റ് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഡിലീഷനിൽ 3 കേസ് വരും. ഇൻസേർട്ട് അറ്റ് ദ ഡിലീറ്റ് അറ്റ് ദ ബിഗിനിങ്, ഡിലീറ്റ് അറ്റ് ദ ലാസ്റ്റ് ആൻഡ് ഡിലീറ്റ് ഫ്രം എ പൊസിഷൻ. ഒരു പെർട്ടിക്കുലർ പൊസിഷനെ റിമൂവ് ചെയ്യുന്നതും ഉണ്ടാവും. അപ്പൊ ഫസ്റ്റത്തെ നോഡിനെ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാല് എന്താ ചെയ്യേണ്ടത്? അതിന് നമ്മളൊരു കോഡ് യൂസ് ചെയ്യാറുണ്ട്. ഫ്രീ ഓഫ് ഒരു നോഡ്, സപ്പോസ് ഇറ്റ് ഇസ് ടെമ്പ് ആണ് വെച്ചു, ഫ്രീ ഓഫ് ടെമ്പ്. ഫസ്റ്റത്തെ നോഡ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റാർട്ടിൻ്റെ ഉള്ളിലാ. അപ്പൊ നിങ്ങൾ നേരെ ചെന്നിട്ട് ഫ്രീ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നോഡ് റിമൂവ് ആവും, അതായത് മെമ്മറിയിൽ നിന്ന് തന്നെ റിമൂവ് ആവും ആ സാധനം. അപ്പൊ നിങ്ങൾ നേരെ വന്നിട്ട് ഫ്രീ ഓഫ് സ്റ്റാർട്ട് എന്ന് കൊടുത്താൽ എന്താ സംഭവിക്കാം? ഈ നോഡ് മൊത്തം പോവും. പിന്നെ ഈ ലിസ്റ്റിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ ഒരു പോയിന്ററും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ സ്റ്റാർട്ടിനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യിക്കുക. അതായത് ഇൻക്രിമെന്റ് എങ്ങനെ ചെയ്യാന്നാ പറഞ്ഞത്? സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു സ്റ്റാർട്ട് ആരോ നെക്സ്റ്റ് പറഞ്ഞ് കൊടുക്കുക. അപ്പൊ എന്തായി? അത് ഇങ്ങനെ മൂവ് ചെയ്ത് മുന്നോട്ടെത്തി. ഇത്രയേ ഉള്ളൂ. സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു സ്റ്റാർട്ട് ആരോ നെക്സ്റ്റ് പറഞ്ഞാൽ അത് ഇങ്ങനെ മൂവ് ചെയ്ത് മുന്നോട്ടെത്തും. അതിനുശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലിപ്പോ ഇതിന്റെ പേരാണ് ടെമ്പ്. അപ്പോൾ ഫ്രീ ഓഫ് ടെമ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് റിമൂവ് ആവും. ഓക്കെ, അത് റിമൂവ് ആയി. ഓക്കെ, അത്ര പണിയുള്ളൂ. അപ്പൊ ആകെ 2 കോഡ് മാത്രമേ അതിൽ വരുന്നുള്ളൂ.
ഫസ്റ്റ് ടെമ്പ് ഉണ്ടാക്കി. ടെമ്പ് ഇസ് ഈക്വൽ ടു സ്റ്റാർട്ട്, ദെൻ സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു സ്റ്റാർട്ട് ആരോ നെക്സ്റ്റ്. ഒരു മിനിറ്റ്. ഓക്കെ, ഇനി ഡിലീറ്റ് ദ എൻഡ്. ലാസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യണം. ലാസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വരെ നേരത്തെ നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് പോയ പോലെ സ്റ്റാർട്ട് മുതൽ തുടങ്ങിയിട്ട് ട്രാവേഴ്സ് ചെയ്ത് അതിന്റെ നൾ പാർട്ട്, ഐ മീൻ നെക്സ്റ്റ് പാർട്ട് നള്ളാവുന്ന വരെ നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് വരും. എന്നിട്ട് അതിനെ റിമൂവ് ചെയ്യണം. പക്ഷേ അപ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല്, പിന്നെ ഇവിടെ 2 പോയിന്റേഴ്സ് യൂസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ടെമ്പ് നള്ളാവുന്നവരെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്ത് പോന്നാല് ഇവിടെ എത്തി നിൽക്കും. ഇവിടെ എത്തി നിന്നിട്ട് നേരത്തെ നമ്മൾ ഫസ്റ്റത്തെ നോഡിനെ റിമൂവ് ചെയ്ത പോലെ ഫ്രീ ഓഫ് ടെമ്പ് ചെയ്താൽ അങ്ങനെ ചെയ്യാം, പ്രശ്നമില്ല. ഇതിനെ ഫ്രീ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഇതിന്റെ തൊട്ട് മുന്നത്തെ പ്രീവിയസ് പാർട്ട് നള്ളായിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഈ പ്രീവിയസ് പാർട്ടിന്റെ ഈ പോർഷൻ നള്ളാവണം. കാരണം ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഇതാണ് ലാസ്റ്റത്തെ നോഡ്, ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് നള്ളാവണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 പോയിന്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, ഒരു ടെമ്പും ഒരു ഡിലീറ്റും. അപ്പൊ ഈ ഡിലീറ്റ് ഷുഡ് ബി എന്ത് ചെയ്യുക, ഇൻക്രിമെന്റ് ചെയ്ത് ഇവിടം വരെ എത്തിക്കുക. അതിന്റെ തൊട്ട് പിന്നിലാണ് ഈ ടെമ്പ് ഉണ്ടാവുക. അപ്പൊ അതിന്റെ കോഡ് എങ്ങനെ എഴുതാന്ന് വെച്ചാല്, ഇപ്പോ ഓക്കെ, ഡിലീറ്റ് ഇസ് ഈക്വൽ ടു സ്റ്റാർട്ട് while delete arrow next not equal to null ആവുന്നവരെ എന്ത് ചെയ്യാം, delete is equal to delete arrow next. അത് ചെയ്തു. അതിന്റെ തൊട്ട് പിറകു തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാം, temp is equal to delete. അപ്പൊ അതെന്താവുന്ന വെച്ചാല് ഓരോ പ്രാവശ്യവും ഡിലീറ്റ് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിന്റെ തൊട്ട് പിന്നില് ഒരു പിന്നെ ഈ ടെമ്പ് പറഞ്ഞിട്ടുള്ള വേറെ സാധനങ്ങൾ ഉണ്ടാവും. അതാണിത്. അപ്പൊ ഡിലീറ്റ് ഇങ്ങനെ മുന്നോട്ട്, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, പിന്നെ ഇത് ഡിലീറ്റ് അറ്റ് ദ ബിഗിനിങ് ആണ്. ഇത് ആദ്യം ഉണ്ടായി, അതിനുശേഷം ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഇത് അതിന്റെ പിന്നിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് പിന്നിൽ ഇങ്ങനെ ഓരോന്നായിട്ട്, അപ്പോൾ ഈ ഡിലീറ്റ് മുന്നിലുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് പിന്നിലത്തെ നോഡിലായിരിക്കും ടെമ്പ് ഉണ്ടാവുക. അതിനുള്ള കോഡാണ് നമ്മൾ എഴുതിയത്. അതായത് ഡിലീറ്റ് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഡിലീറ്റിന്റെ വാല്യൂ ടെമ്പിൽ അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പൊ എന്തായി, ഡിലീറ്റ് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു, അതിന്റെ തൊട്ട് പിറകിൽ ടെമ്പും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് റിമൂവ് ചെയ്തു, അതേ സമയത്ത് ടെമ്പിന്റെ നെക്സ്റ്റ് പാർട്ട് നള്ളാക്കി. ഓക്കെ, അതിന്റെ നെക്സ്റ്റ് പാർട്ട് നള്ളുമാക്കി. അത്രയാണ് ഇൻസേർട്ട് അറ്റ് ദ പിന്നെ ലാസ്റ്റ്. ഇനി ഇൻസേർട്ട് അറ്റ് ദ ലൊക്കേഷൻ, ഇൻസേർട്ട് അറ്റ് ദ മിഡിൽ. ഇത് ഡിലീഷൻ അല്ല, ഇൻസേർട്ട് ആണ് കേട്ടോ. അപ്പൊ ഒന്നുകിൽ പൊസിഷനിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ വാല്യൂ തന്നിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറയാം. പുതിയ നോഡ് ഉണ്ടാക്കി, അതിനവിടെ കൊണ്ടുവെക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. അതിന് നേരത്തെ നമ്മൾ ചെയ്ത പോലെ പോയിന്റ് ചെയ്യിച്ചാൽ മതി. ഡിലീറ്റ് അറ്റ് ദ ലൊക്കേഷൻ ആണ് പറയുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വാല്യൂവിനെ റിമൂവ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. പെർട്ടിക്കുലർ ലൊക്കേഷൻ ആണെങ്കിൽ നമ്മൾ കൗണ്ട് നോക്കേണ്ടി വരും, എത്ര പ്രാവശ്യം മൂവ് ചെയ്തു എന്നുള്ളത്. പൊസിഷൻ ഇസ് ഈക്വൽ 3 ആണെങ്കിൽ ആദ്യം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൗണ്ടിന്റെ വാല്യൂ
ഇസ് ഈക്വൽ 1 കൊടുക്കാം. പിന്നെ ടെമ്പ് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുക. അപ്പൊ കൗണ്ടിന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു, ഒന്നും കൂടെ മൂവ് ചെയ്തു, അപ്പൊ പിന്നെയും ഇൻക്രിമെന്റ് ചെയ്തു, അപ്പം കൗണ്ട് ഇസ് ഈക്വൽ 3 ആവും. അപ്പൊ ആ ഒരു കൗണ്ട് ഇസ് ഈക്വൽ 3 എന്നുള്ള പോർഷനാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോ കേട്ടോ, ഇതിലും സെയിം പ്രശ്നം വരും. അതായത് 2 പോയിന്റേഴ്സ് വേണ്ടി വരും. 2 പോയിന്റേഴ്സ് പറഞ്ഞാൽ ഏതിനെയാണോ റിമൂവ് ചെയ്യേണ്ടത് അത് ഡിലീറ്റിൽ ഉണ്ടാവും, അതിന്റെ തൊട്ട് പിന്നില് ടെമ്പും ഉണ്ടാവും. അപ്പൊ ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇതിനെ റിമൂവ് ചെയ്യുന്നതിന് മുന്നേ, ഇത് ഭയങ്കര സ്പീഡാണ്, ഇതാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല്, ഇതിന്റെ അഡ്രസ്സ് ഇപ്പൊ ഇവിടെ മാത്രമേ കീപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതിനെ നമ്മൾ ആദ്യം റിമൂവ് ചെയ്ത് കളഞ്ഞാല് ഇതിനെ പിന്നെ എങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ബിഫോർ വി ആർ ഗോയിങ് ടു ഡിലീറ്റ് ദിസ് നോഡ്, we have to point this temp to this. Temp arrow next is equal to delete arrow next. അതായത് കോഡ് ഞാൻ എഴുതി തരാം. ടെമ്പിന്റെ നെക്സ്റ്റ് പാർട്ട് ഇസ് ഈക്വൽ ടു ഡിലീറ്റിന്റെ നെക്സ്റ്റ് പാർട്ട്. ഓക്കെ, അപ്പൊ എന്തായി? ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഇങ്ങനെ ഒരു, അതായത് ടെമ്പ് ആരോ നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു ഡിലീറ്റ് ആരോ നെക്സ്റ്റ്, ഇതിലുള്ള വാല്യൂ ഇവിടേക്ക് കോപ്പി ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അത് കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഒരു പോയിന്റ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ സുഖമായിട്ട് ഡിലീറ്റ് ചെയ്യാം, ഇതിനെ ഫ്രീ ഓഫ് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ നീങ്ങൊന്നുമില്ല കേട്ടോ, ഇത് നമ്മൾ ആനിമേഷനിൽ കാണിച്ചു എന്നേ ഉള്ളൂ, അതിനെ ജസ്റ്റ് മൂവ് ചെയ്യിച്ചാൽ മതി. പിന്നെ ഇൻസേർട്ട് അറ്റ് ദ ബിഗിനിങ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവച്ചു, ലാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ലാസ്റ്റിലേക്ക്, ഇതൊക്കെ നമ്മൾ ആനിമേറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഇങ്ങനൊന്നും ആയിരിക്കൂല, പല രീതിയിലായിരിക്കും ഉണ്ടാവുക. അതായത് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, അവിടത്തേക്കും ഇവിടത്തേക്കൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊക്കെ ആയിരിക്കും, ഐ മീൻ ഇവിടുന്ന് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക, പല രീതിയിലായിരിക്കും അതിനെ പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക. നമ്മളിപ്പോൾ ഈ ആനിമേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഡിലീറ്റ് അറ്റ് ദ ലൊക്കേഷൻ. അത് 3 തരത്തിലുള്ള ഇൻസേർഷനും 3 തരത്തിലുള്ള ഡിലീഷൻസും നമ്മൾ പറഞ്ഞു. ഒന്ന് ഇൻസേർട്ട് അറ്റ് ദ ബിഗിനിങ്, ഇൻസേർട്ട് അറ്റ് ദ ലാസ്റ്റ് ആൻഡ് ഇൻസേർട്ട് ഇൻ ദ മിഡിൽ. അതേപോലെ ഡിലീഷന്റെ കേസും ലാസ്റ്റില്, ഫസ്റ്റില്, മിഡില്, ഇതിൽ ഓരോന്നും ചെയ്യേണ്ട കേസുകളും നമ്മൾ പറഞ്ഞു. പിന്നെ ലിങ്ക്ഡ് ലിസ്റ്റ് ഞാൻ അതിൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ലിങ്ക്ഡ് ലിസ്റ്റ് ഇത്രയും പെട്ടെന്ന് ആദ്യമായിട്ടാണ് ഞാൻ എടുത്തു കഴിയുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന്. ഒന്നും ചോദിക്കാനല്ലേ? നോക്കട്ടെ, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. ഡൗട്ട് ഉണ്ടാവണം, എന്നാലേ നിങ്ങൾ ഡൗട്ട് ചോദിച്ചാൽ മാത്രമേ നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. കാരണം എല്ലാവരും ഡാറ്റ സ്ട്രക്ചർ എല്ലാവർക്കും പേടിയാവാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞാൽ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എളുപ്പമാണ്, പക്ഷെ ഇത് വളരെ ഈസിയാണ് ശരിക്കും. നമ്മൾ ഈ അഡ്രസ് പോയിന്റർ എന്ന് പറഞ്ഞ സാധനം കുറച്ചൊരു പടിയായിരിക്കും എല്ലാവർക്കും, അതാണ് എല്ലാവർക്കും പ്രശ്നം വരിക. പക്ഷെ ഈ വീഡിയോസ് നിങ്ങൾ കണ്ട അറ്റ്ലീസ്റ്റ് ഇത്രയും ചെയ്താൽ മതി. പിന്നെ അൽഗോരിതമെങ്കിലും പഠിക്കാം. അൽഗോരിതത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ ഈ ടേംസ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യണ്ട. പോയിന്റർ എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണ്ട. ഞാനിപ്പോൾ പറഞ്ഞു തന്ന പോലെ നിങ്ങൾ അങ്ങോട്ട് അതേപോലെ നിങ്ങൾക്ക് ഈ ചിത്രം ഇങ്ങനെ മനസ്സിൽ വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട്, ഐ മീൻ ലിങ്ക്ഡ് ലിസ്റ്റ് ഇതുപോലെ പെട്ടി വരച്ചിട്ട് മാത്രമേ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുള്ളൂ. എത്ര ഇനിയിപ്പോ ഞാനൊക്കെ ക്ലാസ് എടുക്കുകയാണെങ്കിലും ഇത്രയും വർഷമായാലും നമുക്ക് അത് വരച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സുഖം ഉണ്ടാവില്ല, അല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല നമുക്ക്. അല്ലാതെ നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ നിങ്ങളോട് അൽഗോരിതം ചോദിക്കുകയാണെങ്കിൽ തന്നെ സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റോ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റോ സർക്കുലർലി ലിങ്ക്ഡ് ലിസ്റ്റോ ഏതാണെങ്കിലും ഒന്ന് നിങ്ങൾ തറവായിട്ട് പഠിച്ചാൽ മതി. ഈ സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് നിങ്ങൾ തറവായി പഠിച്ചു കഴിഞ്ഞാൽ
പിന്നെ ബാക്കിയുള്ള 3 ടൈപ്പിന്റെ സാധനങ്ങളും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കോഡാണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷെ ഇത് നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. ആനിമേഷൻസ് കണ്ടാൽ അതിനൊക്കൂല എന്തായാലും. ഇതൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു ലോഗ് 2 ബേസ് 2 കുറച്ചും കൂടെ ഈസി ആയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഒരു ഇൻസേർഷൻ അറ്റ് ദ ബിഗിനിങ് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങളാ വീഡിയോസ് കണ്ടാൽ മതി. ഇതുപോലുള്ള ഐ മീൻ ആനിമേഷൻസ് ആണ് കുറച്ചും കൂടെ ഈസി. മറ്റത് നമ്മൾ ഈ വരച്ച് കാണിക്കുമ്പം എത്രയായാലും ഒരു ബുദ്ധിമുട്ടാണ് എഴുതി വരയ്ക്കുമ്പോഴൊക്കെ. അപ്പം ലിങ്ക് ലിസ്റ്റിൽ നോക്കി നോക്കാം, നമുക്കൊന്നുകൂടെ നോക്കി നോക്കാം. ഇതുപോലെയാണ് ഉണ്ടാവുക ഓരോ നോഡിലും. അതായത് പിന്നെ നിങ്ങളൊരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിനനുസരിച്ചിട്ടാണ് ഈ നോഡ് ഉണ്ടാവുക. ഇതിനെ ഇപ്പൊ നിങ്ങൾ പിന്നെ സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റാണ് നിങ്ങൾ പഠിച്ചത്. അതിനെ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ആക്കാൻ വളരെ ഈസിയാണ്. ഒറ്റ പണിയുള്ളൂ. ഒരു സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റിനെ എങ്ങനെയാണ് നിങ്ങൾ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ആക്കാം, ഇത്ര പണിയുള്ളൂ. അതായത് ഓക്കെ സ്റ്റാർ പ്രീവിയസ് ഇത്ര ചെയ്താൽ അതൊരു ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ആയി. അതായത് 2 അഡ്രസ് പാർട്ടും ഒരു ഡാറ്റ പാർട്ടും. അതാണ് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയാണ് ഒരു ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ടാവുക. നമ്മൾ നേരത്തെ ഒരു കേസ് പറഞ്ഞു. സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്ക് മുന്നോട്ട് മാത്രമേ പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർവേഡ് ഡിറക്ഷനിൽ മാത്രമേ നമുക്ക് ട്രാവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഐ മീൻ പ്രീവിയസ് ബാക്ക്വേർഡ് ഡിറക്ഷനിൽ നമുക്ക് ട്രാവേഴ്സ് ചെയ്യേണ്ടി വരും. ആ ഒരു കേസിലാണ് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഒരു പോസിബിലിറ്റി വരുന്നത്. ഇത് മുന്നോട്ടേക്കും പിന്നോട്ടേക്കും പോകാൻ പറ്റും. അതായത് ഒരു അഡ്രസ് പാർട്ടിൽ ഇതിലാണെങ്കിൽ പ്രീവിയസ് നോഡിന്റെ അഡ്രസ്സ് കീപ്പ് ചെയ്യും. ഇതിലാണെങ്കിൽ നെക്സ്റ്റ് എന്തായാലും പറയാം നെക്സ്റ്റ് പ്രീവിയസ് അല്ല നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ്സ് കീപ്പ് ചെയ്യും. അപ്പൊ ആകെ ഇത്ര ചേഞ്ചേ വരുത്താനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ സെയിം ആയിരിക്കും. കോഡ് വരെ സെയിം ആയിരിക്കും. ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ഈ ഒരു സ്റ്റാർ പ്രീവിയസ് എന്നിടുന്നതോട് കൂടി നമ്മുടെ പണി കഴിഞ്ഞു. അതിനെ നിങ്ങൾക്ക് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ആക്കാൻ പറ്റും. അപ്പോൾ സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ആദ്യം പഠിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റും സർക്കുലർലി ലിങ്ക്ഡ് ലിസ്റ്റും ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കി വരാം നാളത്തേക്ക്. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ വെറുതെ ആവും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു എന്താ പറയാ ഒരു സ്റ്റാക്ക് പോലെ ഒന്നിന്റെ മുകളിൽ ഒന്നാവും. അത് മറ്റത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും മറ്റും കൂടെ ഞാൻ എടുത്താൽ. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോസ് കണ്ടാൽ മതി. ജസ്റ്റ് ആനിമേറ്റഡ് വീഡിയോസ് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. കോഡിനെ കുറിച്ചൊന്നും ആലോചിച്ച് നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങൾ ഈ ചിത്രം ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അൽഗോരിതം എഴുതാൻ പറ്റും, ഷുവർ ആണ്. അത് നിങ്ങൾക്ക് വരച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താലും മതി അൽഗോരിതത്തിന്റെ കേസ്. അപ്പൊ ലിങ്ക്ഡ് ലിസ്റ്റിനെ കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട. ഇതാണ് സംഭവം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു നോഡ് ഉണ്ടായി, ഒരു പോയിന്റർ ഉണ്ടായി. ഇനി എന്താണ്? ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കൺസെപ്റ്റ്. അതായത് മെമ്മറിയിൽ അറേന്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ ഈ പെട്ടികളൊക്കെ അല്ലേ
ആ അറേന്റെ കേസ് ആണെങ്കിൽ മെമ്മറിയിൽ ഇത്രയും പെട്ടികൾ ഒരുമിച്ച് വെക്കാനുള്ള സ്ഥലം ഉണ്ടാവണം. അത് ഉണ്ടായാൽ മാത്രമേ മെമ്മറി ആ അറേനെ സ്റ്റോർ ചെയ്യാൻ സമ്മതിക്കുള്ളൂ. പക്ഷേ ചില സിറ്റുവേഷൻസിൽ എൻ്റയർ മെമ്മറി പൂളില് അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് കുറെ സാധനങ്ങൾ ഇങ്ങനെ അവൈലബിൾ ആണ്. പക്ഷെ അതൊക്കെ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുകയാണ്. അവിടെയാണ് ഈ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഉപകാരം വരിക. ഇവിടെ ഒരു നോഡ്, ഇവിടെ ഒരു നോഡ്, ഇങ്ങനെ പല സ്ഥലത്തും ഓരോ നോഡുകൾ ഉണ്ടാക്കിയിട്ട് അതിനെ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യിക്കും. നമ്മൾ കണ്ടില്ലേ, ഇതുപോലെയാണ് ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ടാക്കുക. അത് നള്ളാണ് ശരിക്കും. ഇറ്റ് ഈസ് പോയിന്റിങ് ടു നൾ. കാരണം അത് ലാസ്റ്റത്തെ നോഡാണ്. നൾ മീൻസ് അൺഡിഫൈൻഡ് ഓർ എംപ്റ്റി. ഇങ്ങനെയാണ് ആ ലിസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത്രയേ ഉള്ളൂ ലിങ്ക്ഡ് ലിസ്റ്റ്. നിങ്ങൾ ഇനി നോക്കിയിട്ട് നാളെ വരാം. നാളെ നമുക്ക് ബാക്കിയുള്ള ലിങ്ക്ഡ് ലിസ്റ്റുകൾ പറയാം. പിന്നെ സമയമുണ്ടെങ്കിൽ ഞാൻ പോളിനോമിയലിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, നമ്മൾ ഇന്നലെ പറഞ്ഞ അത്. ഹലോ, നിർത്താറായോ? 2:30 കഴിഞ്ഞാൽ വേറെ ബാച്ച് കയറും. അപ്പൊ പിന്നെ ആകെ ക്ലാഷ് ആവും. ഓക്കെ. സെയിം ലിങ്കാ.